പാസ്റ്റർ എത്ര മിനിറ്റ് ആണ്? പക്ഷെ അവിടുത്തെ 11:30 വരെ എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി തിരുനാമത്തെ സ്തുതിക്കുന്നു. IPC ഫിലഡൽഫിയ വർഷിപ്പ് സെന്റർ, അബുദാബി ചർച്ച്, അവിടെയുള്ള ബഹുമാന്യ പാസ്റ്റർ, ക്രിസ്തുവേശുവിൽ ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ചർച്ച് മെമ്പേഴ്സ്, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൽ വളരെ ബഹുമാന്യനായ അനുഗ്രഹീതനായ പാസ്റ്റർ PM ഫിലിപ്പ് അപ്പച്ചൻ ആന്റി, ഞാൻ ആദ്യമായി അബുദാബിയിലെത്തുമ്പോൾ തുല്യം എന്നെ സ്നേഹിച്ച് കരുതി ഭക്ഷണപാനീയങ്ങൾ വെച്ചു വിളമ്പി ഭൗതിക നന്മകൾ തന്ന് ശുശ്രൂഷയ്ക്ക് വിവിധ തലങ്ങളിൽ അവസരങ്ങൾ ഒരുക്കി മനോഹരമായ കൺവെൻഷൻ ക്രമീകരിച്ചു ഒക്കെ എന്നെ മാനിച്ച ബഹുമാന്യ പിതാവിനെയും മാതാവിനെയും ഒരിക്കൽ കൂടെ ഇങ്ങനെ സൂമിലൂടെ കാണുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. ധാരാളമായ ദൈവം അനുഗ്രഹിക്കട്ടെ. വാർദ്ധക്യത്തിലും കൈയളച്ചിരിക്കാതെ അധ്വാനിക്കുന്നു. ചെങ്ങന്നൂരിന്റെ പ്രദേശങ്ങളിൽ ചർച്ച് സ്ഥാപിച്ച് ആ ചർച്ചിന്റെ പരിസരങ്ങൾ മാത്രമല്ല കർത്തൃവേലയിൽ ഇന്നും ശക്തമായി ശോഭിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വിലയേറിയദാസൻ നയനാൻ പി. മാത്യൂസ് പാസ്റ്റർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തദാസൻ ഓർപ്പിച്ച പോലെ PM ഫിലിപ്പ് അപ്പച്ചൻ ക്രമീകരിച്ച ആ കൺവെൻഷനിലാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. ഞങ്ങൾ കുടുംബമായി ഉണ്ടായിരുന്നു. അനന്തരം കർത്തദാസന്റെ ഭവനത്തിലെത്തി. അങ്ങനെ ഭക്ഷണപാനീയങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായി ക്രമീകരിച്ചു. അന്ന് ബഹുമാന്യ നയനാൻ പാസ്റ്ററെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചേ ആരാ, ഉടനെ പരിചയപ്പെടുത്തി. ആ ബന്ധം തനോർപ്പിച്ചതുപോലെ ആ ചർച്ചകളുടെ ബന്ധത്തിൽ അവിടെ നടന്ന പരസ്യയോഗങ്ങൾ, കോരിച്ചൊരിയുന്ന മഴയിലും ആ ബഹുമാന്യ കർത്തദാസൻ ഉത്സാഹിയായി ഓടി നടന്ന മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കും കൂടെ ടീമായി പ്രവർത്തിപ്പാൻ അവസരം. മറ്റൊരു സന്തോഷം എനിക്കേറെ ഉള്ളത്, ചെങ്ങന്നൂർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ടൗൺ സഭയിൽ ഞാനായിരുന്നപ്പോൾ അവിടുത്തെ മെമ്പേഴ്സ് ആണ് മാത്യൂസ് വർഗീസും അതുപോലെ അലക്സ് വർഗീസും. ഞങ്ങൾ സ്നേഹത്തോടെ വളരെ വാത്സല്യത്തോടെ AB എന്നും മോൻസി എന്നും വിളിക്കും. അതുപോലെ അവരുടെ ഫാമിലി, ടെസി കുഞ്ഞുങ്ങൾ, അമ്പിളി കുഞ്ഞുങ്ങൾ, രഞ്ജി തുടങ്ങിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബുദാബിയിൽ ഞാൻ എത്തുമ്പോൾ ആ പ്രിയപ്പെട്ടവർ വളരെ സ്നേഹത്തോടും കരുതലോടും ആ ഭവനങ്ങളിൽ എന്നെ പാർപ്പിച്ച് എനിക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു തന്ന് എന്നെ ശുശ്രൂഷ നാളുകൾ ഓർക്കുന്നു. അവരുടെ പാസ്റ്റർ ആയിരുന്നു എന്നുള്ളതിലുപരി ഒരു കർത്തദാസൻ എന്നുള്ള പ്രത്യേക പരിഗണനയിൽ ആ കുഞ്ഞുങ്ങൾ എന്നെ പലയിടങ്ങളിൽ കൊണ്ടുപോയി യാത്ര ചെയ്ത് നന്മകളും കാര്യങ്ങളൊക്കെ ചെയ്തു അവരെ ഞാൻ ഓർക്കുന്നു. ആ ചർച്ചിലെ എല്ലാ ദൈവമക്കളും എനിക്ക് അപരിചിതരല്ല. അവിടെ പാട്ടുപാടുന്ന അതുപോലെ തന്നെ PIP പ്രസിഡന്റ് ആയിരുന്ന പ്രിയപ്പെട്ടവൻ, അദ്ദേഹത്തിന്റെ ഭവനത്തിലാണ് ഞാൻ ഓർക്കുന്നു ആദ്യമായി ഞാനും ബ്രദർ മോൻസി ഒരുമിച്ച് ചെല്ലുന്നത്. അതുപോലെ അവിടെയുള്ള പല ഭവനങ്ങളും ക്രിസ്തുവേശുവിൽ എന്നെ മാനിച്ചു, സ്നേഹിച്ചു, കരുതി. നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതി. ഞങ്ങൾക്കിത് കുടുംബമായി
ഈ സൂം മീറ്റിങ്ങുള്ള ബന്ധത്തിലായിരിക്കാൻ ദിവസം സഹായിച്ചല്ലോ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേണ്ട ദീർഘസമയമാണ് എനിക്ക് ബഹുമാന്യ കത്തുദാസൻ തന്നിരിക്കുന്നു. സാധാരണഗതിയിൽ സൂം മീറ്റിങ്ങിൽ ഒരു 45 മിനിറ്റ് കൊണ്ട് ഒക്കെ ക്ലോസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ 10 എന്നാൽ 11:30 വരെയുള്ള ടൈം തന്നപ്പോൾ ദീർഘസമയം തന്നെ ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. കൃപയാൽ ചെങ്ങന്നൂരിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചെങ്ങന്നൂർ ടൗൺ സഭയോടുള്ള ബന്ധത്തിൽ ഞാനിവിടെ 15 വർഷമായിരിക്കും. ഒരു ചെറിയ ചർച്ച് ഇവിടെ ഉണ്ട്. ദൈവമക്കൾ എല്ലാവരും ഈ കോവിഡ് കാലത്ത് സുരക്ഷിതരായിരിക്കും. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ പലർക്കും കോവിഡിന്റെ പ്രയാസങ്ങളുണ്ടായി. ഞാനും എൻ്റെ കുടുംബവും കോവിഡിന്റെ പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്നാൽ ദൈവം ഞങ്ങളെയും വിടുവിച്ചു. സ്തോത്രം. അനേക ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു. അബുദാബി ചർച്ചിനും അവിടെയുള്ള ദൈവമക്കൾക്കും വിശേഷാൽ ബഹുമാന്യ കത്തുദാസന്മാർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുക. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ പുതുക്കമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാറുണ്ട്, അജപാലനത്തിനു വേണ്ടി ഇടയന്മാർ പലസ്തീനിൽ ആടുമാടുകളുമായി കാടുമേടുകളിൽ അവരലയും. കൊടുംകാട്ടിലും മറ്റുമൊക്കെ പുൽത്തകടിയിലുമൊക്കെ ആടുകൾക്ക് തീറ്റ ഒരുക്കി അവരിങ്ങനെ നയിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇടയന്മാർക്ക് അവരുടെ സുരക്ഷിതത്തിനായി കരുതുന്ന പല കാര്യങ്ങളുണ്ട്. ജപാലനത്തിന് പോകുന്ന ഇടയന്മാർ ആടുമാടുകളെ മേയ്ക്കുമ്പോൾ അവശ്യ സാധന സാമഗ്രിയായി പല സാധനങ്ങളും കൊണ്ടുപോകും. അവരുടെ വസ്ത്രം, ഭക്ഷണ ക്രമീകരണങ്ങളെ, മറ്റു സുരക്ഷിത ക്രമീകരണങ്ങളെ ഒക്കെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു വാസന തൈലം കൊണ്ടുപോകാറുണ്ട്. ഒരു വാസന തൈലം. എന്തിനാ ഈ വാസന തൈലം എന്ന് ചോദിച്ചാൽ, ആടുകൾ കാടുകളിൽ തീറ്റയ്ക്കു വേണ്ടി അലയുമ്പോൾ പുൽമേടുകളിൽ അത് കാടിലൊക്കെ തലയിട്ട് പുല്ല് കടിച്ച് കാർന്നു തിന്നുമ്പോൾ ഈ കാടുകളിൽ പലയിടങ്ങളിലായി വിഷപ്പാമ്പുകളുണ്ട്. ഈ വിഷപ്പാമ്പുകൾ ചിലത് ഈ ആടിന്റെ മൂക്കെ കടിച്ചു തൂങ്ങിക്കിടക്കും. തൽക്ഷണം വിഷം തലച്ചോറിലേക്ക് പ്രവഹിച്ച് ആട് ചത്തു വീഴും. ആട് ചത്താൽ ഇടയൻ ഉത്തരവാദിയാണ്. കാരണം രാവിലെ ആല തുറന്ന് കൂട് തുറന്ന് കോലിന്റെ എണ്ണം അനുസരിച്ച് 1, 2, 3 ഇങ്ങനെ തൊട്ട് കോല് കൊണ്ട് എണ്ണിയാണ് ഇടയന്റെ കയ്യിൽ കൊടുക്കും, തീറ്റ കൊടുക്കുന്ന കൊടുക്കും. ഇടയന്മാർ എണ്ണി വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആടിനെ തിരികെ അതേ എണ്ണം തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഇടയൻ ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഈ വിഷപ്പാമ്പുകളിൽ നിന്നും സംരക്ഷണം ഉണ്ടാകുവാൻ അവർ ചെയ്യുന്നത് ഈ വാസന തൈലം പ്രത്യേക വൈദ്യന്മാരുടെ വിധിപ്രകാരം ഉണ്ടാക്കിയ ഒരു തരം എണ്ണയാണ്. ഇതിന്റെ തലയിലും ദേഹത്തും ഒഴിക്കും. അപ്പോ തലയിലും ദേഹത്തുമൊക്കെ ഈ എണ്ണ ഒഴിച്ച് ഇതിനെ ക്രമീകരിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ആയിരക്കണക്കിന് ആടുകൾ തലയിൽ എണ്ണ പുരട്ടപ്പെട്ടവരാ, ദേഹത്ത് എണ്ണ പുരട്ടപ്പെട്ടവരായി കാടിൽ അലയുമ്പോൾ ഒരു ക്ഷുദ്ര ജന്തുവും ആ കാട്ടിൽ നിൽക്കയില്ല. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അഭിഷേകം പ്രാപിച്ച തലയിൽ എണ്ണ പുരട്ടപ്പെട്ട ആത്മാവിന് ശക്തി പ്രാപിച്ച വിശുദ്ധീനം ഒരുമിച്ച് ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ
യേശുവിന്റെ നാമത്തിൽ ഈ കാട്ടിൽ ഒരു ദുഷ്ടശക്തി നിൽക്കയില്ല. എല്ലാ പോരുകളെയും അകറ്റും, പോരാട്ടങ്ങളെയും അകറ്റും. വായി തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിവിധ ഭവനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇരിക്കുന്നുവെങ്കിലും ദൈവ സന്നിധി ഇരിക്കുന്ന ഓർമ്മ മാറിപ്പോകരുത്. ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ദൈവിക പരിശുദ്ധാത്മാവിന്റെ തീരങ്ങിയിട്ട് ചിലതിനെ വൻകാടുകളെ കത്തിച്ച് ചിലതിനെ സ്വതന്ത്രമാണ്. അത് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഒരുങ്ങാമോ? പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. കൽപ്പിക്കുന്ന ഒരു മോശമുണ്ടെങ്കിൽ കടൽ പിളർക്കുന്ന ദൈവം ജീവിക്കുന്നു. പെട്ടകത്തെ വിശ്വാസത്തോടുകൂടെ തോളിൽ വെച്ചുകൊണ്ട് ചവിട്ടുന്ന പുരോഹിതന്മാർ, അവർക്കൊരു കാര്യം സത്യമായി സംഭവിക്കും. യോർദാൻ പിളർക്കുന്ന ദൈവ സാന്നിധ്യം അവർ മനസ്സിലാക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതനുസരിച്ച് ജീവിതം നിയോഗത്തിനനുസരിച്ച് നയിക്കാൻ തയ്യാറാകുമോ? ഒരു വലിയ വിടുതൽ ഏറ്റെടുക്കാം. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, വെള്ളം വറ്റിയാലും ഏലിയാവിന് ശരീരത്തിലെ വെള്ളം വറ്റിയാലും അരുളപ്പാട് വറ്റിപ്പോകയില്ല. അരുളപ്പാട് വറ്റിപ്പോകട്ട കാലത്തോളം നീ പേടിക്കണ്ട. ശരീരത്തിൽ വറ്റിയാൽ ഒരു സരാപാത്തി നിനക്ക് എനിക്കുമെന്ന് ഒരുക്കുവാൻ എന്റെ ദൈവം ശക്തന. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഉപവാസം പ്രാർത്ഥനയാണല്ലോ, ആത്മീയ സന്തോഷം, ആത്മീയ ആരാധന. ഒരു രാത്രിയായി ഇന്ന് രാത്രി തീരട്ടെ. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതരമൊന്ന് തുറക്കണം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ വായ് വിസ്താരമായി തുറക്കാൻ. വായും പൂട്ടി ഇരിക്കുകയല്ല. ഈ പരിമിതിയുള്ള സൂമിനകത്ത് പലരും തല കാണിക്കും. ചിലരൊക്കെ വീഡിയോ ഓഫ് ചെയ്തിട്ട് അനങ്ങാതെ ചോണ്ടിരിക്കും. അവർക്ക് ഇന്ന് രാത്രി ഒന്നും പ്രാപിക്കാൻ ഒക്കെയല്ല. തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് ഓടി വന്ന് ദൈവത്തെ പ്രാപിപ്പാനുള്ള വാഞ്ചയോടെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആ സങ്കീർത്തനക്കാരന്റെ ആത്മീയ തൃഷ്ണ പോലെ ദാഹിക്കുന്ന ആരുണ്ട്, അവർക്ക് ജലം കിട്ടും. പട്ടാപ്പകൽ പച്ചവെള്ളത്തിനായി പച്ചവെള്ളപാത്രവുമായി ആ കുളക്കരയിൽ വന്ന പെൺകുട്ടി, അവൾക്ക് സൗജന്യമായി ജീവജലത്തിന്റെ ഉറവ തുറന്നു കൊടുത്ത് അയച്ച ദൈവം ആഗ്രഹിച്ചു വന്നതാണോ? ആവശ്യമനുസരിച്ച് വന്നതാണോ? നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് രാത്രിയിൽ മുഖവരെ ഇവിടെ നിർത്തിക്കൊണ്ട് ഞാനൊരു വാക്യം ഉരുവിടുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ ഇന്നത്തെ വിശേഷ ചിന്തയ്ക്കായി വായിക്കട്ടെ. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നു, യേശുവോ ഒലിവുമലയിലേക്ക് പോയി. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ തിരുവെഴുത്തിനായി സ്തോത്രം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അബുദാബി ഫിലദൽഫിയ ചർച്ചിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസൻ ആന്റിയെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പാസ്റ്റർക്ക് വേണ്ടി പ്രത്യേക സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ഇങ്ങനെ ഞങ്ങൾക്ക് സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ ഈ സൂമിലൂടെ ഞങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും ദൈവ അവസരം ഒരുക്കിയല്ലോ. അടിയനെ കുടുംബമായി ഒരുക്കിയനായി സ്തോത്രം. രാത്രിയിലെ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ വിടുതലാക്കി തീർക്കണമേ. അന്ധകാരത്തിന്റെ സകല പോരുകളെയും അദൃശ്യ മണ്ഡലത്തിൽ പോരാടിക്കൊണ്ട് നിൽക്കുന്ന എല്ലാ പോരുകളെയും നസറേയ യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. യേശുവിൻ നാമത്തന്നെ. ശോകാന്തകാരങ്ങളിൽ
എൻ ഏകാന്ത നേരങ്ങളിൽ എൻ കാന്ത നീ ഉള്ളിലാശ്വാസമായി വൈകാതെന്നും വന്നിടും. എൻ കാന്ത നീ എന്നിലാശ്വാസമായി വൈകാതെന്നും വന്നിടും. എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. പെറ്റോരുപേക്ഷിച്ചിടും കൂട്ടാളികൾ പോയിടും തെറ്റാതെ അവശ്യമേരങ്ങളിൽ കൂട്ടായെനിക്കുണ്ടു നീ. തെറ്റാതെ അവശ്യമേരങ്ങളിൽ കൂട്ടായെനിക്കുണ്ടു നീ. എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്കായി വായിച്ചു കേട്ടത്, യേശുവോ ഒലിവുമലയ്ക്ക് പോയി. ഒലിവുമലയും യേശു എന്ന സബ്ജക്റ്റാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. ഒരു ഭക്തൻ പറഞ്ഞു, ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഉപരിമണ്ഡലം താണ്ടിപ്പോകുന്ന റോക്കറ്റാണ്. അങ്ങനെയെങ്കിൽ കേവലം പ്രാർത്ഥനയല്ലിത്, സ്വർഗാദി സർഗങ്ങളിലേക്ക് നമ്മുടെ നീറുന്ന വേദനകൾ റോക്കറ്റ് പോലെ പാഞ്ഞു പോകുന്ന പ്രാർത്ഥനായോഗമാ. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാണെങ്കിൽ ആ സമീപസ്ഥനായ കർത്താവിന് മുൻപാകെ നമ്മെ സമർപ്പണം ചെയ്ത് പ്രാർത്ഥനയോടായിരിക്കാം. യേശുവോ ഒലിവുമലയ്ക്ക് പോയി. ഒലിവുമല വളരെ പ്രാധാന്യതയുള്ള ഒരു സബ്ജക്റ്റാണ് ഒലിവുമല എന്ന്. പലസ്തീന്റെ പശ്ചാത്തലം അനുസരിച്ച് ഒലിവുമലയ്ക്ക് വളരെ പ്രാധാന്യത. ഒലിവിൻ കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിന് ഒലിവുമല എന്ന് പേര് കിട്ടുവാൻ കാരണമായത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. യേശു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഈ മലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലത് ചൂണ്ടിക്കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ താല്പര്യം. ഇവിടെ നാം വായിക്കുന്നു, യേശുവോ ഒലിവുമലയ്ക്ക് പോയി. അവിടെ ഒരു സംഭവം നടന്ന ശേഷമാണ്, ആ കാര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാരെല്ലാം സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ യേശുവോ പ്രാർത്ഥിക്കുവാൻ ആ രാത്രിയാമത്തിൽ ഇരുളിന്റെ മറപറ്റി ഒലിവുമലയിലേക്ക് കയറിപ്പോയി. രാത്രി മുഴുവനും പെയ്യുന്ന മഴയോ മഞ്ഞോ നോക്കാതെ പിതാവാം ദൈവത്തിന്റെ മുൻപാകെ മുട്ടുമടക്കി പുത്രനാം തമ്പുരാൻ പ്രഭാതം വരെ നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരിടമായിരുന്നു ഒലിവുമല. നിരന്തരമായി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ, ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഇവിടെ യേശു ഒലിവുമലയിൽ പ്രാർത്ഥിച്ച പ്രഭാതത്തിൽ പള്ളിയിലെത്തുമ്പോൾ കാണുന്ന സംഭവം ഒരു പ്രോബ്ലം മുൻപിൽ വരിക. പ്രാർത്ഥനക്കാരോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, പ്രാർത്ഥിച്ച കൊണ്ടെല്ലാം സന്തോഷമായി സമാധാനപരമായി എല്ലാം കൃത്യമായി തീരുമെന്നാരും വിചാരിക്കരുത്.
പ്രാർത്ഥിക്കും തോറും പോരാട്ടം വർദ്ധിക്കും. പക്ഷെ ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ട്, ജയം ക്രിസ്തുവിൽ നമുക്ക് സ്വന്തമാണ്. Praise the Lord. യേശു ഒലിവുമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പള്ളിയിലെത്തുക രാവിലെ പ്രാർത്ഥനയ്ക്ക് മുൻപിലെ ഒന്നാം പ്രോബ്ലം, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഭായാർത്തി കിട്ടിയ ഒന്നാം ഞായറാഴ്ച വലിയ പ്രോബ്ലം. പക്ഷെ പ്രശ്ന പരിഹാരത്തിന് അതിനുവേണ്ടി ആ പുത്രനാം തമ്പുരാൻ രാത്രി മുഴുവൻ ഒലിവുമലയുടെ പാർശ്വങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തനെ, പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ഒരു കാര്യം ഓർപ്പിക്കാമല്ലോ, പർവ്വതം പോലെ നിന്റെ മുൻപിൽ എത്ര പ്രോബ്ലം വലുതായി വന്നാലും സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ ശക്തിയെ വിളിച്ചു പറഞ്ഞ പോലെ ആ പർവ്വതം ചീളുച്ചികളായി തെറിച്ചു പോകുന്നത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാക്കും. Praise the Lord. യേശുവോ ഒലിവുമലയ്ക്ക് കർത്താവിന്റെ കാൽവറിയോട് അടുക്കുന്ന ആ സന്ദർഭം, അവസാന നാളുകൾ, 3.5 കൊല്ലത്തെ അവസാന നിമിഷങ്ങളിൽ ക്രിസ്തു ഒലിവുമലയുമായുള്ള ബന്ധം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടും. അതിനാധാരമായിട്ട് ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ അവൻ ഒലിവുമലയ്ക്കരികെ ബത്ഫഗയ്ക്കും ബഥാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ 2 പേരെ അയച്ചു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കിടക്കുമ്പോൾ ആരും ഒരിക്കലും കെട്ടിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കാണും. ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കാനും അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. എന്നെ വാഴ്ത്തപ്പെട്ട കർത്താവ് യെരൂശലേമിലേക്കുള്ള യാത്രാ മധ്യ കർത്താവ് ഒലിവുമലയ്ക്ക് സമീപമുള്ള ബത്ഫഗയ്ക്ക് സമീപെത്തും. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. പലപ്പോഴും സുവിശേഷകർക്ക് അനുകൂലമായുള്ള ഗ്രാമത്തിൽ ചെല്ലാനാണ് ഇഷ്ടം. യേശു അനുകൂലമായ ഇടത്തേക്ക് പറഞ്ഞു വിട്ടില്ല, പകരം പ്രതികൂലമായി എതിരെ ഉള്ള ഗ്രാമം. അവിടെ എത്തുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നു. മറ്റു സുവിശേഷകർ കഴുതക്കുട്ടിയെ മാത്രമല്ല കഴുതയെ കെട്ടിയിരിക്കുന്നു, കുട്ടിയെ കെട്ടിയിട്ടുമില്ല. അപ്പോൾ ഇവിടെ കെട്ടിയിരിക്കുന്ന കഴുതയ്ക്ക് ഉടമസ്ഥനുണ്ടോ? അറിയുകയില്ല. എന്നാണ് കെട്ടിയത്? അറിയില്ല. ആരാണ് കെട്ടിയത്? അറിയില്ല. പക്ഷെ ഇതൊക്കെ എന്റെ നാഥൻ അറിയാം. നാഥൻ പറഞ്ഞു, അവിടെ പോകുവിൻ, അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കും, നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ആരെങ്കിലും എന്തിനാ ഇതിനെ അഴിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യം. ശിഷ്യന്മാർ അവിടെ എത്തി. കർത്താവ് പറഞ്ഞ പോലെ കഴുതി അതിനെ കുട്ടിയെ കണ്ടു. അഴിക്കുമ്പോൾ ഒരു ചോദ്യം, ആരാ അഴിക്കുന്നത്? ഞങ്ങൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ചില ചെറുപ്പക്കാർ, ചില കുടുംബനാഥന്മാർ വെള്ളമടിച്ചു വല്ലവനെ അടിച്ചു, വല്ലവൻ പഠിച്ച് ഓടയിലും കിടന്ന് ചെള്ളു മരിച്ച് ആർക്കും വേണ്ടാതെ അറുകലെ പോലെ ആടിയ ഉലഞ്ഞ് വലഞ്ഞ് നാടുവഴി നടന്ന് ആർക്കും വേണ്ട, ആർക്കും ഇവനെ ആവശ്യമില്ല. പക്ഷെ മാനസാന്തരപ്പെടുത്തിയാൽ ആളുകളാകും. ആരാത്? എന്തിനാ അവിടെ കയറിയത്? ഇത് ഞങ്ങളുടെ ഇടവകയാ, ഞങ്ങളുടെ കൂട്ടായ്മയാ, ഞങ്ങളുടെ ആളാ. കണ്ടോ, ഒരുത്തന്നെ രക്ഷപ്പെടുത്താൻ ആരും അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി വല്ല വിധേന എന്ത് വില കൊടുത്തു ഞാൻ വിളിച്ചു പറയട്ടെ, ചിലരെ ദൈവത്തിന് ആദായമാക്കുവാൻ നാം ഒരുങ്ങിയേ മതിയാകൂ. ഇത് കർത്താവിന്റെ വാക്കനുസരിച്ച് പോയാൽ ചിലത് അഴിയപ്പെടും. കർത്താവിന്റെ വാക്കനുസരിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ വിളിച്ചാൽ, ദൈവത്തെ അക്ഷയമായി വിളിച്ചാൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കും. ഇന്ന് വരെ അഴിയാത്തത് പലരും നോക്കി അഴിക്കാൻ നടന്നില്ല, പല കാലഘട്ടവും നോക്കി അഴിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്റെ യേശുവിന്റെ വാക്കിൽ നീ പോയാൽ ഏത് ബന്ധനം അഴിയും, ഏത് ബന്ധനത്തിന്റെ അമിക്കയറും അഴിഞ്ഞു വീഴും. ശിഷ്യന്മാരവിടെ എത്തി. അഴിക്കുമ്പോൾ ചോദിക്കുന്നു, ആരാ അഴിക്കുന്നത്? അറുത്തുകൊണ്ടുവരാനാണ് എളുപ്പമാട്ടോ, കയറിറക്കാനാണ് എളുപ്പമാണ്. പക്ഷേ ഇത് ആര് കെട്ടി, എന്ന് കെട്ടി, എപ്പ കെട്ടി, എവിടാ കെട്ട എന്നറിയാൻ കഴിയാതെ, എന്റെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചെളിയും അഴുക്കുമെല്ലാം കെട്ടിനകത്ത് കയറി കുടുങ്ങി കിടക്കുക.
ഇത് എവിടെ അഴിക്കുന്ന അറിയില്ല, പക്ഷെ എന്റെ നാഥൻ അറിയാം അഴിക്കുന്ന എവിടെയാണെന്ന്. ഏത് ബന്ധനം നിന്നെ കെട്ടി മുറുക്കിയാലും, ഏത് രോഗശക്തി നിന്നെ ബന്ധിച്ചൊതുക്കിയാലും എന്റെ നാഥൻ അറിയാം എവിടെ അഴിക്കേണ്ടത്, എങ്ങനെ അഴിക്കേണ്ടത്. അധികാരമുള്ളവൻ അയച്ചിരിക്കുന്നുവെങ്കിൽ നീ പേടിക്കണ്ട. കർത്താവിന്റെ വാക്ക് നിന്റെ പിൻപിലുണ്ട്. ധൈര്യമായി അടിച്ചോ. എന്മാരഴിച്ചു. അവര് പറഞ്ഞു കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യം. പലർക്കും ആവശ്യമില്ല നിന്നെ, പലർക്കും വേണ്ട നിന്നെ, പലർക്കും അംഗീകാരമല്ല നിന്നെ, പക്ഷെ എന്റെ യേശുവിന് ആവശ്യം. അവർ അഴിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാരുടെ വസ്ത്രം അതിന്റെ മേൽ, എന്നിട്ട് കർത്താവ് അതിന്റെ മേൽ കയറി. രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ കേവലം ഒരു കഴുതയുടെ പുറത്ത് കയറിയെന്ന്. ഇത് കയറുമെന്ന് ഈ സംഭവത്തിന് 650 കൊല്ലത്തിന്റെ പിറകിൽ BC 650 അതെ സെഖരിയാ പ്രവാചകൻ 9-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞു, സിയോൻ പുത്രിയേ, നിന്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നു. ഈ പ്രവചനം നിവർത്തിയായേ മതിയാകെയുള്ളൂ. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ടോ അവ സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കും? എന്റെ ദൈവം മറന്നു കളയയില്ല. എന്റെ ദൈവത്തിന് മറവിയില്ല. പരിശുദ്ധാത്മാവ് അതിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും സംഭവിച്ചിരിക്കും. ഇവിടെ 650 കൊല്ലം പിറകിൽ സെഖരിയാ പ്രവാചകൻ പ്രവചന കുന്നിൽ കയറി നിന്നുകൊണ്ട് യെരൂശലേമിനെ വീക്ഷിക്കുമ്പോൾ ഇതാ ഒരു കാഴ്ച കാണുക. സർവശക്തനായ ദൈവത്തിന്റെ ഓമനകുമാരൻ സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നു. ഇനി ഞാൻ നാഥനോടും ചോദിക്കട്ടെ, ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചേ, രാജാതിരാജാവേ, എന്റെ പ്രാണപ്രിയൻ, എന്റെ കർത്താവേ, അങ്ങ് രാജാവല്ലേ? ഞങ്ങളുടെ നാട്ടിൽ രാജാക്കന്മാരാരും കഴുതപ്പുറത്ത് കയറാറില്ല. ഞങ്ങളുടെ നാട്ടിൽ രാജാക്കന്മാർ സഞ്ചരിക്കുന്ന കുതിരപ്പുറത്താ. അങ്ങനത്തെ കഴുതപ്പുറത്ത് അങ്ങക്കൊരു കഴുത കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങൊരു വാക്ക് കൽപ്പിച്ച 12 ലക്ഷത്തിലധികം ദൂതന്മാരെ സ്വർഗ്ഗത്തിൽ വിടാൻ പിതാവിന്റെ അടുത്തുണ്ടല്ലോ. അങ്ങനെങ്കിൽ അങ്ങ് കൽപ്പിച്ചാൽ എന്താ സംഭവിക്കാത്തത്? അങ്ങെന്തിനാ കഴുതപ്പുറത്ത് കയറിയത്? ഞങ്ങളുടെ നാട്ടിൽ രാജാക്കന്മാർ അവരുടെ പ്രൗഢിയോടുകൂടെ കുതിരപ്പുറത്ത് ആണ് യാത്ര ചെയ്യുന്നത്. ഈ കുതിരപ്പുറത്ത് കയറുന്നതും കഴുതപ്പുറത്ത് കയറുന്നതും 2 വിധ ക്രമീകരണമാണ്. ഞാനൊരു കാര്യം പറയാം. ഒരുവൻ കുതിരപ്പുറത്ത് കയറിയിരുന്നാൽ കുതിര തല പൊക്കി പിടിച്ചിരിക്കുമ്പോൾ പുറത്ത് കയറിയിരിക്കുന്ന ആളിനെ കാണുകയില്ല. സ്തോത്രം. എന്ന കഴുത അങ്ങനല്ല. ഒരുവൻ തന്റെ പുറത്ത് വാഹനമേറിയാൽ തല താഴ്ത്തിയ നടക്കും. പ്രൈസ് ദി ലോർഡ്. രാജാതിരാജാവാ നിന്റെ മേൽ വാഹനം കയറിയിരിക്കുന്ന. കുതിരയെ പോലെ തല പൊക്കാനല്ല, കഴുതയെ പോലെ തല താഴ്ത്തി പിടിച്ചാൽ നിന്നെ യേശുവിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അനേക വൻകുതിരകളെ, പടക്കുതിരകളെ തള്ളിക്കളഞ്ഞ വെറും കഴുതകളായ നമ്മെ ദൈവം തേടി വന്ന് മറന്നുപോകല്ലേ. എന്താ? നാം തല താഴ്ത്തി പിടിക്കുമെന്ന് കർത്താവിനറിയാം. കുതിരകൾ തല ഉയർത്തിപ്പിടിക്കും. ഇതാ കർത്താവ് കഴുതപ്പുറത്ത് പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ പട്ടണം ഇളകി. പട്ടണത്തിൽ ആ രാജവീഥി പോലായി തീർന്നു. വീഥികളിൽ അവരവരെ ഭവനങ്ങളെ സൂക്ഷിച്ച നൽവസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ കഴുതയ്ക്ക് നടക്കാൻ, അല്ല രാജാതിരാജാവ് വാഹനമേറിയിരിക്കുന്ന കഴുതയ്ക്ക് നടക്കാൻ വീഥികളിൽ വിരിച്ചു കൊടുക്കുക. രാജാക്കന്മാരെ ബഹുമാനിക്കാൻ വൃക്ഷക്കൊമ്പുകൾ, തളിരുകൾ വെട്ടി റോഡിൽ ഇടുന്ന പോലെ ഇരുവശങ്ങളിലെയും ആളുകൾ മരക്കൊമ്പുകൾ വെട്ടിയിടുന്നു. പുറകെ ഒരു വലിയ ജനാവലി. കണ്ടോ? ഒരു വലിയ ജനാവലി.
ഞാൻ ആ ജനാവലി ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. ആരൊക്കെയാ? വട്ടും ചട്ടും പൊട്ടും വട്ടും എന്ന് വേണ്ട, ഈ ആണും പെണ്ണും കൊച്ചും പിച്ചുമെല്ലാം കൂടെ തള്ളി വീണ ഉരുണ്ട് എഴുന്നേറ്റ് പൊടിയിളക്കി നാടിളക്കി നാട്ടാരെ ഇളക്കി അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഓശാന ഓശാന എന്ന് പാടി വരിക. അനേകര് വായടച്ചിരിക്കുമ്പോ അർഹതയില്ലാത്തവർ വിടുതൽ പ്രാപിച്ചപ്പോൾ അനങ്ങാതിരിക്കല, വായ് തുറന്ന് അവർ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് അവരോട് പറയാം. ശിഷ്യന്മാര് പറഞ്ഞല്ലോ, ഇവരോട് മിണ്ടാതിരിക്കാൻ പറ. അതെ, നമ്മുടെ വായടയ്ക്കാൻ പലരും നോക്കും. പേടിക്കേണ്ട ദൈവം ഇതല്ലേ, വായി തുറന്നാൽ പിന്നെ തുറക്കാൻ അവസരം ഒരുക്കും. ഇതാ അവരോട് പറയുന്നു, ഒന്ന് മിണ്ടാതിരിക്കാൻ പറ. ആരാ ഇവരൊക്കെ? ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു കാലത്ത് രോഗികളായി, ക്ഷീണിതരായി, ബലഹീനരായി, അർത്ഥം വേണ്ട നടന്നവരാ, വേറെ കഴുതകളെ പോലെ അലഞ്ഞവരാ. നാഥൻ അവരെ സൗഖ്യമാക്കി. ഇനി സൗഖ്യമാകാൻ ചിലരുണ്ട്. വലിയൊരു ജനാവലി. ഞാനിങ്ങനെ എന്റെ പ്രാണനാഥനെ കാണുന്നു. മുമ്പറ്റം കഴുതപ്പുറത്ത് എന്റെ നാഥൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഇരുവശങ്ങളിലായി 12 പേരാണ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ആരും തള്ളാതെ ഉന്താതെ മുട്ടാതെ തട്ടാതെ ഇങ്ങനെ തള്ളി മാറ്റി വരുന്നു. പുറകോട്ട് നോക്കിയാൽ വലിയൊരു ജനാവലി. എന്റെ പ്രാണനാഥന്റെ ആ തിരുമുഖം ആത്മാവിൽ കണ്ട KV സൈമൺ സാർ ഒരിക്കൽ ഇങ്ങനെ പാടി, പ്രാണനാഥ തിരുമൈ കാണുമാറാകണമേ, പ്രാണനാഥ തിരുമൈ കാണുമാറാകണമേ, പ്രാണനാഥ തിരുമൈ കാണുമാറാകണമേ, പ്രാണനാഥ തിരുമൈ കാണുമാറാകണമേ, പ്രാണനാഥ തിരുമൈ കാണുമാറാകണമേ. എറിയ വെള്ളങ്ങൾക്ക് പ്രേമം തടുത്തുകൂടാ, എറിയ വെള്ളങ്ങൾക്ക് പ്രേമം തടുത്തുകൂടാ, എറിയ വെള്ളങ്ങൾക്ക് പ്രേമം തടുത്തുകൂടാ, പ്രാണനാഥ തിരുമൈ കാണുമാറാകണമേ, പ്രാണനാഥ തിരുമൈ കാണുമാറാകണമേ. എന്റെ പ്രാണനാഥൻ മുൻപറ്റം ആയിരങ്ങളാ ഭൂമിയേറിയാണ്. ആ പൊന്മുഖമൊന്ന് കാണുവാൻ, ആ തിരുവായി മഴിഞ്ഞുള്ള അരുളപ്പാട് ശ്രമിപ്പാൻ ഓടിക്കൂടിയിട്ടുണ്ട്. പട്ടണം വിളകി. ഈ കഴുതയുടെ മുൻപില് ഈ വിരിച്ചിട്ട് കൊടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ വലിയ ഉന്നതന്മാരുടെ വീട്ടിൽ അലക്കി തേച്ച് മടക്കി പെട്ടിക്കകത്ത് വെച്ചിരുന്ന. അതെങ്ങനെ അവിടെ വന്നത്? അത് കഴുതയുടെ ഗുണം കൊണ്ടല്ല, പിന്നെ പുറത്ത് വാഹനമേറിയവന്റെ വലിപ്പമാണ്. സ്തോത്രം. നിന്നെ ദൈവത്തിന്റെ വാഹനം എടുത്തിട്ടുണ്ട്, നീ പേടിക്കണ്ട. നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടരും. ഒരു പണ്ഡിതൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ്, ഈ കഴുതനാഥനെ യെരൂശലേമിലെ പള്ളിയിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് നടന്നു വന്നപ്പോൾ നോക്കിയപ്പോൾ ആ പരിസരങ്ങളിൽ ആരും വസ്ത്രവും ഇരിക്കുന്നില്ല, കൊമ്പും വെട്ടിയിടുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാവന അതേ നോക്കിയപ്പോൾ ആരൊക്കെയോ തുണി കഴുകി അലക്കി റെഡിയാക്കി ഉണങ്ങാനിട്ടിരിക്കുന്നു. കേറി ചവിട്ടി കിട്ടിയ അടി ഏറെ. നാഥനില്ലാതെ നീ പോയാൽ, ഒരു കാലത്തെ നാഥനെ ചുമന്നുകൊണ്ട് പോയതിന്റെ അനുഗ്രഹമല്ല ദൈവം നിനക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. നാട് വിട്ട, വീട് വിട്ട്, കടൽ കടന്ന് നിനക്ക് പാസ്റ്ററുടെ ലൈൻ കട്ടായെന്ന് തോന്നുന്നത്.
കേൾക്കാൻ പറ്റുന്നുണ്ടോ പാസ്റ്ററെ? ഞാൻ ഓർപ്പിച്ചത് ആലയ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ ഒലിവ് വരെ നമുക്ക് പഠിക്കാൻ കഴിയും. രണ്ടാമതായി ഒലിവ് വരെയുള്ള ബന്ധത്തിൽ നാം കാണുന്നത് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 23-ാം വാക്യമാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത്. 29, 22-ന്റെ 39. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു. കർത്താവ് ക്രൂശോടെടുക്കുന്ന രണ്ടാം രംഗമാണ്. ഒന്ന് കഴുതപ്പുറം, 2 അന്ത്യത്താഴം കഴിഞ്ഞ് വത്സല ശിഷ്യന്മാരുമായി കിദ്രോൻ തോട് കടന്നു അതിന്റെ അക്കരെയുള്ള ഗദസമന പൂങ്കാവനത്തിൽ എന്റെ പ്രാണനാഥൻ പ്രവേശിക്കും. അവസാന നിമിഷങ്ങളാണ്. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരക്കുരിശിൽ മരിക്കുവാൻ സമയമായി വരുന്നു. അന്ത്യത്താഴം കഴിഞ്ഞ് ശിഷ്യന്മാരിൽ എല്ലാരെ കൂട്ടിക്കൊണ്ട് കർത്താവ് പോവുക. ഒരുവൻ നേരത്തെ പുറപ്പെട്ടു, 11 ശിഷ്യന്മാർ. എന്നിട്ട് കിദ്രോൻ തോട് കിടന്നതിന്റെ അക്കരെയുള്ള ഗദസമന പൂങ്കാവനത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ 8 പേരെ ഒരിടത്തിരുത്തി. ഇരുളാണെന്ന് ഓർമ്മ വേണം. വീണ്ടും കുറെ കൂടെ അകലേക്ക് പോയി 3 പേരെ മറ്റൊരിടത്തിരുത്തി. ഒരു കല്ലേറ് ദൂരം അപ്പുങ്കാവനത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു തരുച്ചാഴയിൽ എന്റെ നാഥൻ മുട്ടുമടക്കുന്നു, കരങ്ങൾ ഉയർത്തുന്നു. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി വീണ്ടെടുപ്പിന്റെ മുറ നിവർത്തിക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കിടക്കാം. ആ പ്രാർത്ഥനാ വേള പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച് പിതാവിനോട് അപേക്ഷിച്ചെടുത്തില്ല. പെട്ടെന്ന് നാത്താൻ കാണുന്നത് ഒരു പാനപാത്രം ഇറങ്ങി വരുന്നു. ആദമ്യവർഗത്തിന്റെ പാപത്തിന്റെ ചെളി കലക്കിയ പാനപാത്രം, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ചെളി കലക്കിയ പാനപാത്രം ഇറങ്ങി വരുന്നു. അത് കണ്ടിട്ട് ഓമനക്കുമാരൻ വിളിച്ചു പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കൽ നീക്കണം. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കണം. പ്രിയമുള്ളവരെ, പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന് ആ പാനപാത്രം വാങ്ങി മട്ടോളം കുടിച്ചു. പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് 1000 മൂർഖൻ പാമ്പിന്റെ വിഷം ഒരുമിച്ചു കലക്കിയെടുത്തതുപോലുള്ള ആ പാനപാത്രം, കലക്കിയ പാനപാത്രം അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ നാഥന്റെ ശരീരത്തേക്ക് വിഷം ഇരച്ചു കയറും. ആറ്റ് പൊട്ടുന്നു. പ്രാർത്ഥിച്ച് തന്റെ ഹൃദയം പൊട്ടി. രക്തം രോമകൂപങ്ങൾ വഴി വടിഞ്ഞൊഴുകും. എന്ന് പറഞ്ഞാൽ വിയർപ്പ് തുള്ളിക്ക് പകരം ശരീരത്തിൽ നിന്നും ബ്ലഡ് പുറത്തു വരണമെങ്കിൽ ഹൃദയം തകർന്നിരിക്കും. അതെ, എന്റെ നാഥന്റെ ഹൃദയം തകർന്നു. ഇതാ രക്തത്തുള്ളികൾ വടിഞ്ഞൊഴുകുന്നു. ആ തറയിൽ പരിക്ഷീണിതനായി എന്റെ പ്രാണനാഥൻ ക്രിസ്തോസ് ജോസഫ്, വിദ്വാൻ കുട്ടി എന്ന് പറയുന്ന ആ മഹാകവി, ആ രംഗം കണ്ടിട്ട് അദ്ദേഹം പാടിയ ഒരു ഗാനമുണ്ട്. എന്തൊരൻപിതപ്പനെ ഈ പാവിമേൽ, എന്തൊരൻപിതപ്പനെ കൺമാണിയ നിന്മകൻ പൂങ്കാവിങ്കൽ
മണ്ണിൽ വീണീരുന്നതും ഒന്നിൽ തീരുമേനി തന്നിൽ നിന്നും ചോര ഒന്നിൽ തീരുമേനി തന്നിൽ നിന്നും ചോര മണ്ണിൽ വീണതും കണ്ണങ്ങനെ കണ്ടു മണ്ണിൽ വീണതും കണ്ണങ്ങനെ കണ്ടു എന്തോരൽ വീതപ്പന് ഈ പാവിമേൽ എന്തോരൽ വീതപ്പന് തീവട്ടിപ്പന്തങ്ങളുമായി കിടന്നു വന്ന പട്ടാളക്കാർ ഗതസമനാകേറ്റ് തകർത്തകത്ത് കിടന്നു. തീവട്ടിപ്പന്തത്തിന്റെ വെളിച്ചത്തിൽ അന്വേഷിച്ചു യേശു എവിടെ? ഇതിനകത്ത് നാഥൻ പലപ്പോഴും ശിഷ്യന്മാരെ ഉണർത്തിയ രംഗമുണ്ട്. ഉറക്കത്തിന്റെ ആലസ്യം അവരെ നന്നായി അലട്ടുന്നു. യേശു ബന്ധിക്കപ്പെടുന്നു, പിടിക്കപ്പെടുന്നു. യൂദ വഴികാട്ടിയായിരുന്നു. യേശുവിനെ അവർ അറസ്റ്റ് ചെയ്തു, കൈകാലുകൾ ബന്ധിച്ചു. ഉറക്കത്തിന്റെ ആലസ്യം വിട്ടുണർന്ന പത്രോസ് അരയിൽ തിരികെ വെച്ച വാളെടുത്ത് മൽക്കോസ് എന്ന് പേരുള്ള മഹാപുരോഹിതന്റെ ദാസന്റെ കഴുത്തിൽ വെട്ടി. കൊണ്ടത് കാതിന, കാത് ഛേദിക്കപ്പെട്ടു. രക്തം ധാരധാരയെ ഒഴുകും. അലറി വിളിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ബന്ധിതനായ ക്രിസ്തു വിളിച്ചു പറയുന്നു, എന്നെ വിടുക എന്ന് പറഞ്ഞ എന്റെ കൈയുടെ കെട്ടഴിക്ക്. എന്തിനാ? നിന്നെ സൗഖ്യമാക്കുവാൻ. അങ്ങനെ ഈ രാത്രി സൗഖ്യമാക്കുന്ന ഒരു കരം വ്യാപരിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്ന വ്യാപരിക്കുന്ന പരിശുദ്ധമായ ശക്തിയാ. വീട് വിഷയമല്ല, സ്ഥലം വിഷയമല്ല, ദൂരം വിഷയമല്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രമേ തന്നെ യേശുവിന്റെ മുഴുവൻ കരം നിന്നെ സ്പർശിക്കും. അത്ഭുതകരമായ വിടുതൽ ഈ രാത്രി സംഭവിക്കട്ടെ. മുറിവേറ്റ കരം, എന്റെ നാഥന്റെ ബന്ധിക്കപ്പെട്ട കരം അടിച്ചപ്പോൾ മുറിവേറ്റ് താഴെ വീണ ആ കാതിന്റെ കഷ്ണമെടുത്ത് തൽസ്ഥാനത്ത് വെച്ചപ്പോൾ ഫിറ്റായി കേട്ടോ. എന്റെ നാഥൻ സൗഖ്യമാക്കിയാൽ കുത്തിക്കെട്ടില്ലാതെ, മുറിപ്പാടില്ലാതെ സൗഖ്യമാക്കിയ എന്റെ കർത്താവിന് കഴിയും. ഈ ഡോക്ടർമാർ മുറിച്ചാൽ, ഓപ്പറേഷൻ ചെയ്താൽ ആയുഷ്കാലം തടിപ്പ് പാടവിടെ കിടക്കും. എന്റെ നാഥൻ പാടില്ലാതെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള, അധികാരമുള്ള ഒരുവന ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. 5 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിച്ചു. വിധി പറഞ്ഞ റോമൻ നീതിപീഠം വിളിച്ചു പറഞ്ഞു, ഇവനിൽ കുറ്റമില്ല. കുറ്റമില്ലാഞ്ഞിട്ടും എന്റെ നാഥനെ അവർ ക്രൂശിലെ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പ്രാർത്ഥന, യേശുവിന്റെ പ്രാർത്ഥന അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇത്താനിയോസ്, ഇത്താനിയോസ് എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്താനിയോസ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഗതസമന പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനയാ. ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് പ്രാർത്ഥന? എങ്ങനെയാ പ്രാർത്ഥന? ഇത്താനിയോസ് ആണോ? ഹൃദയം തകർന്നുള്ള പ്രാർത്ഥനയാണോ? ബൈബിൾ 3 ഭാഗത്താണ് ഇത്താനിയോസ് എന്ന പദപ്രയോഗം കാണുന്നത്. ഒന്നാമത് കാണുന്നത് ഏലിയാവിന്റെ പ്രാർത്ഥന, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. കർമ്മേലിന്റെ മുകളിൽ പ്രാർത്ഥന നിരതനായിരിക്കുക. 3.5 കൊല്ലം വെള്ളി മേഘങ്ങൾ തത്തിക്കളിച്ച അന്തരീക്ഷത്തിൽ കാർമേഘത്തിന്റെ തുണ്ടുകളില്ല. എന്നാൽ ഭക്തൻ പ്രാർത്ഥിപ്പാനിരിക്കുന്നു. ഒരു മലമേൽ ചുരുണ്ടിരിക്കുക, കഴുത്തു പിടിച്ച കാലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് റൗണ്ടായി ഒരു പന്ത് പോലിരുന്ന പ്രാർത്ഥിക്കുന്ന ഭക്തൻ. കേട്ടോ ദൈവമക്കളെ, ആ പ്രാർത്ഥന വിടുതൽ എന്നതാ. 7 പ്രാവശ്യമായി പ്രാർത്ഥിച്ചു, 7 പ്രാവശ്യം. ഒന്നാമത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യനെ വിട്ടു, കടലിലേക്ക് നോക്ക്, ഒന്നും കണ്ടില്ല. രണ്ടാമതും 3-മതും. ഇന്നത്തെ ശിഷ്യന്മാരാണെ പോവുമോ? സ്തോത്രം. 1 പ്രാർത്ഥിച്ചു, വിടുക ഉണ്ടായി. 2 പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥിച്ചു. 4-മത് പോയി നോക്കാൻ പറഞ്ഞാൽ പറയും, ഞാൻ അങ്ങോട്ട് പോയി നോക്കാൻ പറയും. സാറങ്ങോട്ട് പോയി നോക്കി, എന്നെ കൊണ്ട് നോക്കിയ, അല്ല ഗുരു പോയി നോക്കി, എന്നെ കൊണ്ട് നോക്കിയല്ല എന്ന് പറഞ്ഞൊഴിയും.
എനിക്ക് ആ ശിഷ്യനെയും വളരെ ബഹുമാനമാണ്. യജമാനം പറയുന്ന പോലെ അനുസരിക്കുക. അങ്ങനെയുള്ളവന്റെ ദൈവത്തിനാവശ്യം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. 7-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ കൈപ്പത്തി പോലൊരു ചെറിയ മേഘം പൊങ്ങുന്നു. ഇവിടെ ആദ്യം തന്നെ ഒരു പ്രിയപ്പെട്ടവൻ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ ഓർപ്പിച്ചു, ഏലിയാവ് ഈ മഴ പെയ്യുന്നതിന് മുൻപ് വിശ്വാസ പ്രഖ്യാപനം നടത്തി. ആകാവേ, മഴ നിന്നെ തടയാതിരിക്കേണ്ടത് ബൊസ്റായിക്ക് പോയിക്കോളാൻ പറഞ്ഞു തമ്പൂട്ടി. വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. കാർമേഘത്തിന്റെ തുണ്ടില്ലാത്ത 3.5 കൊല്ലം വെള്ളിമേഘം മാത്രം അന്തരീക്ഷം നിറഞ്ഞിരിക്കുന്ന വരണ്ട തകർന്നിടത്ത് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനെന്ന് രാത്രി ആർക്ക് തയ്യാറുണ്ട്? യേശുനാമത്തിൽ വിളിച്ചു പറഞ്ഞു, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. വിശ്വാസത്തെ കണ്ടുകൊണ്ടാ വിളിച്ചു പറഞ്ഞു. ഈ സമയത്ത് മേഘം ഇല്ല, കാർമേഘമില്ല, നീരാവി ഉയർന്നിട്ടൊന്നുമില്ല. അന്തരീക്ഷം ഡ്രൈ ആയിരിക്കുക, മരുഭൂമി പോലെ. ഭക്തൻ പറഞ്ഞു, ദൈവന്റെ കാതിൽ ഒരു വലിയ മുഴക്കം കേൾപ്പിക്കുന്നു. ഈ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില ഹൃദയങ്ങളിൽ ചില മുഴക്കം ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ പ്രിയപ്പെട്ടവൻ അദ്ദേഹം ഓർപ്പിച്ചല്ലോ, യാന്ത്രിക യുഗത്തിന്റെ മുൻപിലോടുന്ന യന്ത്രക്കാലുകൾ ഫിറ്റ് ചെയ്ത് ഏലിയാവിനെ നടത്തുന്ന ദൈവശക്തി ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിലേക്ക് ആ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കരം അവന്റെ മേൽ വന്നു, യഹോവയുടെ കരം. പ്രൈസ് ദി ലോർഡ്. പണ്ഡിതന്മാർ രേഖപ്പെടുന്ന 6 മിസ്രൈമ്യ പെൺകുതിരകളെ വെച്ച് അമർച്ച രഥമാ ആകാമൻ രഥം. പെൺകുതിരകൾ നല്ല ഓട്ടം ഓടുന്ന 6 പെൺകുതിരകളെ വെച്ച് അമിച്ച ആ അതിവേഗം ഓടുന്ന രഥം. അതിന്റെ മുൻപിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഏലിയാവിനെ കാണാൻ പലപ്പോഴും ഈ പുറകോട്ട് നോക്ക്, കാണുകയല്ല. ആദ്യം പുറകെ ഓടി വരുന്ന കണ്ടു, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, കാണുന്നില്ല. ഏലിയാവേ, ഇനി നിന്നെ കാണണമെങ്കിൽ ആഹാവ് മുൻപോട്ട് നോക്കണം. സ്തോത്രം. പലരും നീ പുറകെ കിടക്കുക, നിന്നെ പിന്തള്ളി നിൽക്കുമ്പോൾ അവിടെ കരം നിന്റെ മേൽ വന്നാൽ പിറകിലല്ല, അനേകരുടെ പുറകെയല്ല, മുൻപിൽ ഓടാം. ദൈവം നിന്നെ ശക്തീകരിക്കും. യേശുവിൻ നാമത്തിന് സംഭവിക്കും. ഇതാണ് ഗത്സമന പ്രയർ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായ ഒരു പ്രാർത്ഥന. പത്രോസ് ബന്ധിക്കപ്പെട്ട് കിടക്കുക. എവിടെ? കാരാഗ്രഹത്തിൽ, റോമൻ കാരാഗ്രഹത്തിൽ പത്രോസ് ബന്ധിക്കപ്പെട്ടു കിടക്കും. ആ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിന് വേണ്ടി അല്പമകലെ മർക്കോസിന്റെ മാളിക മുറി, ആ വീട്ടിലെ അമ്മ പ്രാർത്ഥിക്കാൻ സംഘത്തെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. മറിയുടെ പ്രാർത്ഥന വിട അവിടെ ആയിരിക്കും ഒരു ദിവസം സഹായം നടക്കും. ആ മർക്കോസിന്റെ മാളിക മുറിയിലാണല്ലോ പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ആത്മീയ അഗ്നി ഇറങ്ങി വന്നത്. സ്തോത്രം. അവിടെ ചില സ്ത്രീകൾ കൂടിയിട്ടുണ്ട്. സ്ത്രീകൾ എന്ന് പറയാൻ കാരണം പുരുഷന്മാർ അവിടെ ഉണ്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ച പോലെ യാക്കോബിനെ കൊല്ലുന്നു. അങ്ങനെ ആത്മീയ നേതൃത്വങ്ങളെയൊക്കെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് റോമൻസ് ഗവൺമെന്റ് മുന്നേറുക. അതുകൊണ്ട് പുരുഷന്മാരൊക്കെ പേടിച്ച് വീട് വിട്ടോടിക്കാണ്. പിന്നെ ശേഷിക്കുന്ന കുറെ സഹോദരിമാരാ, അവർ പ്രാർത്ഥിപ്പാൻ മുട്ടുമടക്കുന്നു. സ്തോത്രം. ചിലർ പറഞ്ഞു കാണാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇതുപോലെ നമ്മൾ യാക്കോബിനോട് ഇന്നലെ പ്രാർത്ഥിക്കാം, ഒരു ഗുണവും ഉണ്ടായില്ല. അദ്ദേഹത്തെ കൊന്നു, യാക്കോബിനെ കൊന്നു, പത്രോസിനെയും കൊല്ലുക തന്നെയും. റോമൻ ഗവൺമെന്റ് കൈ കിട്ടിയാൽ വിടിവിക്കാൻ ഒക്കുകയല്ല, അദ്ദേഹവും മരിക്കും. വെറുതെ പ്രാർത്ഥിക്കുക. അപ്പൊ ചില സഹോദരിമാര് പറഞ്ഞു കാണാം, യാക്കോബിന്റെ മരണം രക്തസാക്ഷിത്വം ഒരു നിയോഗമായിരിക്കാം, എന്ന പത്രോസിനെ ദൈവം വിടുവിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഈ വിശ്വാസമില്ലാത്തവർ ചേർന്നിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലും നടക്കുകയില്ല. വിടുതൽ നടന്നാലും അവിശ്വാസയെ പറയൂ. പക്ഷേ ഇവിടെ ഇവർ ഒത്തുചേർന്നു പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പദപ്രയോഗമാണ് ഞാൻ ഇന്ന് ഓർപ്പിക്കുന്നത്. ഇത്താനിയോസ്. ഏലിയാവ് ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ഇത്താനിയോസ് ഇവിടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് സമയം മുൻപോട്ട് നീങ്ങുക. രാത്രി അർദ്ധരാത്രിയായപ്പോൾ
പെട്ടെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി പെട്ടെന്ന് കേട്ടോ. നീ പ്രതീക്ഷിക്കുമ്പോഴല്ല, പെട്ടെന്ന് അത് സംഭവിക്കും. അത്ഭുതകരമായി സംഭവിക്കും. പെട്ടെന്ന് ഇരുട്ടറയിലേക്ക് ഒരു വെളിച്ചവുമായി ദൂതൻ ഇറങ്ങുക. ദൂതൻ ഇറങ്ങിയപ്പോഴേ വെളിച്ചമാണ്. ദൂതൻ ഇറങ്ങിയ വെളിച്ചം കിട്ടുമെങ്കിൽ ഇന്ന് രാത്രി ദൂതന്റെ അകത്തോട്ട് ഇറങ്ങിയാലും അകത്തൊരു പ്രകാശനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അകത്ത് വെളിച്ചമുണ്ടായി. നോക്കുമ്പോൾ പത്രോസ് 4 പേരുള്ള 4 കൂട്ടം, മീൻസ് 16 പട്ടാളക്കാരുടെ നടുവിൽ കിടന്ന് ഉറങ്ങുക. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോസ് ഓടിപ്പോകാതിരിക്കാൻ പത്രോസിന്റെ കയ്യിൽ നിന്ന് ചങ്ങല അടുത്ത് നിൽക്കുന്ന പട്ടാളക്കാരുടെ കയ്യിലേക്ക്, പത്രോസിന്റെ കാലിൽ നിന്ന് ഒരു ചങ്ങല അടുത്ത് നിൽക്കുന്ന പട്ടാളക്കാരന്റെ കാലയിലേക്ക് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുക. തന്നെയല്ല, വലിയ 2 ചങ്ങല ഇവരുടെ ദേഹത്ത് ചുറ്റിട്ടു. ഒരിക്കലും വിട് നടക്കുകയില്ല. ഡോക്ടർമാർ പറഞ്ഞു, സമൂഹം പറഞ്ഞു, വീട്ടുകാര് പറഞ്ഞു, നീ തന്നെ പറഞ്ഞു വിട് നടക്കുകയില്ല. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ വിളിച്ചു പറയുന്നു, വിട് നടക്കും, വിടുതൽ നടക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പത്രോസിനെ ബന്ധിച്ച് കിടക്കുക, പത്രോസ് ഉറങ്ങുക. പത്രോസ് പ്രാർത്ഥിക്കൊന്നുമല്ല കേട്ടോ, പത്രോസ് പ്രാർത്ഥിക്കല്ല. പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. സഭയുടെ പ്രാർത്ഥനയുടെ വില ദൈവമക്കൾ അറിഞ്ഞോണം. ലോക്ക്ഡൗൺ കാലമാണ്, കൊറോണ കാലമാണ്, ആരാധനാലയത്തിൽ ആരാധനയില്ല. പലർക്കും ഇതൊരു നല്ല അവസരമായി സഭായോഗം മുടക്കി. പണ്ടേ വരികയില്ല. പിന്നെ ഇപ്പൊ ലോക്ക്ഡൗൺ ആയപ്പോ തീരെ വരാത്ത പുള്ളികൾ പലരും പറയുന്നത് ലോക്ക്ഡൗൺ ആരാധന വേണ്ട. സ്തോത്രം. അവരവരുടെ ഭവനം ആരാധനാലയമാക്കി മാറ്റും. ഒതുക്കട്ടെ. ഞായറാഴ്ച, വെള്ളിയാഴ്ച എന്താ പരിപാടി? ആരാധന വീട്ടിലുണ്ടോ? കുടുംബനാഥൻ എവിടെ? കുടുംബനാഥ എവിടെ? കുഞ്ഞുങ്ങൾ എവിടെ? ജീവിതത്തിന്റെ പല പറ്റപ്പാടിൽ ഊട്ടിയുള്ളവരുണ്ട്, അവരെ അല്ലേ പറയും. ഞാൻ കേരളത്തിന്റെ പശ്ചാത്തലം വെച്ച് പറയും. ഇവിടെ പലർക്കും പലതിനും നേരമുണ്ട്, ആരാധനയ്ക്ക് നേരമില്ല, പ്രാർത്ഥനയ്ക്ക് നേരമില്ല. നോ, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കണം, ആരാധനയ്ക്ക് മുട്ടുമടക്കണം. ആലയത്തിന്റെ വാതിലടഞ്ഞാലും നിന്റെ വീടിന്റെ ആലയത്തിന്റെ വാതിൽ അടയരുത്. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കട്ടെ, അമ്മ മുട്ടുമടക്കട്ടെ. അലയിടങ്ങളിൽ നിന്ന് ബന്ധുക്കൂസുകാരുടെ വീട്ടിൽ പോലും ഇന്ന് ആരാധന നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. അയ്യോ, ബന്ധുക്കൂസ് തലമുറ എങ്ങോട്ട് പോകുന്നു? പ്രാർത്ഥിക്കുന്ന ആരാവേ, പിതാവേ, തലമുറയ്ക്ക് വേണ്ടി നിലവിളിച്ചോണം. അടുത്ത ദിവസം ഞാൻ ഒരു ആരോഗ്യ പ്രവർത്തകയുമായി ഞാൻ കുടുംബമായി സംസാരിക്കുമ്പോൾ ആ നേഴ്സ് ആശുപത്രിയിലെ കാര്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഭ്രാന്തന്മാരെ പോലെ 14-നും 15-നും 21-നും 22-നും ഇടയിലുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരിക. എന്താ? മയക്കുമരുന്ന്. എന്താ? മൊബൈൽ അഡിക്റ്റ് ആയിപ്പോയി. 14 വയസ്സുള്ള കുഞ്ഞിന്റെ കഥ പറഞ്ഞ് ഞെട്ടിപ്പോയി. എന്തൊക്കെയോ സ്ഥലങ്ങളുടെ കാര്യമാണ് പറഞ്ഞ കേട്ടോ. എന്താ സംഭവിക്കുന്നത്? ഗെയിം കളിച്ച് 3 ദിവസം ഈ കുഞ്ഞ് ഭക്ഷിച്ചില്ല, ഉറങ്ങിയില്ല. ഒടുവിൽ ഷുഗർ ലെവൽ 17 മാറി. അവൻ സ്റ്റില്ലായി പോയി, വടി പോലിരിക്കുക, ഒന്നും അനക്കയില്ല. പിന്നെ ആവശ്യമായ മരുന്ന് കുത്തിവെച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഷുഗർ വർദ്ധിക്കുകയും ഫിക്സ് വന്ന് ഉച്ചി കുത്തി താഴെ വീഴുക. തെളിയുമ്പോൾ അവനൊന്നും പറയാനില്ല. എന്താ? മൊബൈൽ കളി. മാതാപിതാക്കൾ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തേ ഒക്കുള്ളൂ. കാരണം ഇതിനകത്തൂടാ എല്ലാ പരിപാടി, സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം. മറുഭാഗത്ത് സംഭവിക്കുന്നതോ, അയ്യോ, മദ്യവും മയക്കുമരുന്നടിച്ച് തകരുക. ബാങ്കിൽ നിന്നൊരു ബന്ധുക്കോസ് തലമുറ കൊണ്ടുവന്നത് ആ ആരോഗ്യ പ്രവർത്തകർ ഞെട്ടിപ്പോയി. കേവലം 19 വയസ്സേ ഉള്ളൂ. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മുടി അടിച്ചിട്ടിരിക്കുക, വായിലൂടെ രക്തം വരുന്നുണ്ട്. എന്താ? പിതാവിനെ കടിച്ചതാ. മയക്കുമരുന്ന് കിട്ടിയില്ല തക്ക സമയത്ത്. പിതാവിനെ കടിച്ച് രക്തം വായിലൂടെ വരുന്നുണ്ട്. പേടിച്ചരണ്ടു നിൽക്കുക മാതാപിതാക്കൾ. തലമുറയ്ക്ക് വേണ്ടി പണം ഉണ്ടാക്കിക്കോ, നന്മ ബാങ്കിൽ സ്റ്റോക്ക് ചെയ്തോ, ഒക്കെ ചെയ്തോ. പക്ഷെ ഇരമ്യ പ്രവാചകൻ 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ വിളിച്ചു പറഞ്ഞ, സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പീൻ.
ഓരോരുത്തി താൻ തന്റെ കൂട്ടുകാരിച്ചുകളെ പ്രലാപവും, ഓരോരുത്തി പെൺകുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ മക്കളെ വിലാപം അഭ്യസിപ്പിക്കണം, പെൺകുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ആൺകുഞ്ഞുങ്ങളെ. എന്തിനാ? വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ യുവാക്കളെയും ചേരിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലൂടെ കയറി അരമനകളിലേക്ക് എത്തി നോക്കുന്നേ. സുഹൃത്തെ, നിന്റെ വീടിന്റെ അടുത്ത് വരെ മരണമെന്ന് എത്തി നോക്കി. നിന്റെയും വീട്ടിൽ മരണം എത്തി നോക്കിയതാ കേട്ടോ. പ്രാർത്ഥിക്കുന്ന സഭ, പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ, ഇടിവി നിൽക്കുന്ന ദൈവമക്കൾ വില മനസ്സിലാക്കണം. ഞാൻ ആരാധനയെ കുറിച്ചാ പറഞ്ഞത്. 10, 20, 22 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മയക്കുമരുന്ന് അടിമകൾ താന്തോന്നികളായി സമൂഹം വിട്ടിറങ്ങുന്നു. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കട്ടെ. ഭവനങ്ങൾ ആരാധനാലയമായി മാറട്ടെ. പ്രാർത്ഥന യോഗങ്ങൾ, വീടുകൾ സംഘടിപ്പിക്കപ്പെടട്ടെ. ഞാൻ തുടരട്ടെ. ഇത് അവര് വീട്ടിലെ പ്രാർത്ഥന. അതാ ഞാൻ പറഞ്ഞത്. പത്രോസിനെ ബന്ധിച്ചിരിക്കുക, 4 പേരുള്ള തടവുകാരും കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. സംഭവിച്ചത് പറയട്ടെ പ്രിയപ്പെട്ടവർ. ഈ ചങ്ങലയ്ക്ക് ഒരു കഥ പറയാറുണ്ട്. ഈ ചങ്ങലയ്ക്ക് ചുറ്റിയ ചങ്ങലയ്ക്ക്, അതെന്റെ ഭാവനയാണ്. ഈ ചങ്ങലയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റിങ്, ഒരു കണ്ണി, അതിന്റെ ഒരു കണ്ണിക്ക് 1 കിലോ 850 ഗ്രാം ഭാരം വരുമെന്ന കോഫി ഇട്ട് പറഞ്ഞു. അപ്പോൾ 1.25 കിലോ ഭാരമുള്ള ഒരു റിങ്, ഇതുപോലെ 100 കണക്കിന് റിങ്ങുകൾ ചേർത്ത ഈ വലിയ ചങ്ങല ഉണ്ടാക്കി. അത് 2 ചങ്ങലയാണ്. ആ ചങ്ങല ഒരു കഥ പറയും. കഥ എന്തെന്ന് ചോദിച്ചാൽ, പത്രോസേ, ഞാൻ ചുറ്റിയവരാരും ഭൂമിയിലില്ല, ഞാൻ ചുറ്റിയവനെല്ലാം ശ്മശാനത്തിലാ, കല്ലറയ്ക്കകത്തായി. നീയും അതുപോലെ നാളെ കല്ലറയ്ക്കകത്തായി. പത്രോസ് ഒരു കഥ പറയും. മരണത്തിന്റെ കയർ പൊട്ടിച്ചവൻ, പാതാളത്തിന്റെ ചങ്ങല പേടിച്ചവനെ ഞാൻ സേവിക്കുന്നത്, അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. എത്ര പേരുന്ന് രാത്രി വിശ്വസിക്കും? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൂതനിറങ്ങി വിലാപ്പുറത്ത് തട്ടിയപ്പോൾ ഗമ പറഞ്ഞ ചങ്ങല അഴിഞ്ഞു വീണു. അങ്ങനെയെങ്കിൽ ഈ രാത്രി ദൈവത്തെ കുറിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ചങ്ങലകളെ നാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ. ഇന്ദ്രങ്ങളെ ബന്ധിച്ചൊതുക്കുന്ന സകല ചങ്ങലകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിന് സംഭവിക്കും. പ്രാർത്ഥിച്ച ചങ്ങലയഴി. ഇത്താനിയോസ് ശ്രദ്ധയോടൊരു പ്രാർത്ഥന. ഞാനൊരു സംഭവകരങ്ങളെ പറഞ്ഞിടം വിടാം. ലോക സുവിശേഷകന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു കുംബ്രാൻ. നിങ്ങൾക്ക് കുംബ്രാനെ അറിയാം. ദീർഘവർഷങ്ങൾ റൂമേനിയുടെ കാരാഗ്രഹത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട അനുഗ്രഹീത സുവിശേഷം. ഭാര്യ സബീന ഹുംബ്രാൻ. റിച്ചാർഡ് ഹുംബ്രാനെ അറിയാത്തവർ ആരുമില്ല. ദീർഘ 14 കൊല്ലമാണ് ഭൂമിയുടെ അടിയിൽ ഒരു സെല്ലിൽ താൻ കിടക്കേണ്ടി വന്നു. വെളിച്ചമില്ല. ഭക്ഷണത്തിന്റെ ഉച്ഛിഷ്ടം അവിടെ, അവശിഷ്ടം അവിടെ, ദുർഗന്ധം വമിക്കുന്ന തറ അവിടെ കിടന്നു. കേവലം കിടപ്പ് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പീഡിപ്പിക്കും. പീഡനം അതിഭയങ്കരമാണ്. അദ്ദേഹം റാന്നിയിലും മല്ലപ്പള്ളിയിലും വന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, തന്റെ കുപ്പായം ഉരിഞ്ഞെടുത്താൽ അരയ്ക്ക് അടിവശത്തായിട്ട് 18 പച്ചക്കമ്പി കണൽക്കട്ട പോലെ വലിപ്പിച്ച് കുത്തിക്കിടത്തിയ പാടുണ്ടെന്ന്. എന്നിട്ട് അവര് കമ്പി വലിപ്പിച്ച് കുത്തിക്കൊണ്ട് പറയാ, യേശു തള്ളിപ്പറ, യേശു തള്ളിപ്പറ. മയങ്ങുന്നവരെ ക്രിസ്തു അവൻ രാജ്യം, ക്രിസ്തു അവൻ രാജ്യം. ഇന്ന് ഓരോരുത്തർ യേശുവിനെ തള്ളിപ്പറ. എത്ര മിനിറ്റ് വേണം, എത്ര സെക്കൻഡ് വേണം? ഇതേ പച്ചമാംസത്തിലേക്ക് തീക്കട്ട പോലുള്ള കമ്പി കുത്തി കടത്തുമ്പോൾ, ശരീരത്തിനകത്ത് എലികളെ കയറ്റി വിട്ട് മാംസം കടിച്ചു തിന്നുമ്പോൾ, ഫ്രീസറിനകത്ത് വെച്ചിട്ട് ചൂടിനകത്ത് വെക്കും. പെട്ടെന്ന് തലച്ചോറിനകത്ത് പനി ഉണ്ടായി മരിക്കണം. എന്ത് കൊടിയ പീഡ! 14 കൊല്ലം വിട്ടുപോയില്ല റൂമേനിയ. ഈ മനുഷ്യൻ പോകില്ലെന്ന് മനസ്സിലായപ്പോൾ തന്റെ മകൻ മീഖായിൽ ഉംബ്രാനിനെ അവിടെയുള്ള ഗവൺമെന്റ് പിടിച്ചിട്ട് ഇദ്ദേഹത്തെ പേടിപ്പിച്ചയക്കാൻ ഒരു പദ്ധതിയായിരുന്നു. അന്നത്തെ സുപ്രീം കോടതി, അന്നത്തെ രാജാവ് വിധിച്ചു, ചക്രവർത്തി വിധിച്ചു, അവർ തലവെട്ടിക്കളയാൻ. അർദ്ധരാത്രി കഴിഞ്ഞാൽ മീഖായിൽ ഹുംബ്രാന്റെ തല വെട്ടിക്കളയും. വിവരം ഹുംബ്രാണ്ടും സബീന ഹുംബ്രാണ്ടും പറഞ്ഞു.
രണ്ടുപേരും പ്രാർത്ഥിക്കായിരുന്നു. കേവല പ്രാർത്ഥനയല്ലോ, ഏക മകന്റെ മരണം അവർക്ക് ചിന്തിപ്പാൻ കഴിയുകയില്ല. 8 മണി കഴിഞ്ഞ് 9 മണി കഴിഞ്ഞ് 10 11 12 ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല. അവർ നിലവിളിയല്ല, കണ്ണുനീരല്ല, പകരം കണ്ണിലൂടെ രക്തമൊഴുകുന്ന പ്രാർത്ഥന. ശ്രദ്ധയോടെ പ്രാർത്ഥന. 1 മണിയായി, ഇനി മണിക്കൂറുകൾ ചിലത് കഴിയുമ്പോൾ എന്റെ കുഞ്ഞിന്റെ തല കഴുത്തിൽ കാണുകയും, ദൈവമേ സുവിശേഷത്തിന് വേണ്ടി ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വന്നു, എന്റെ കുഞ്ഞിന്റെ രക്തം ഈ ഭൂമിയിൽ വീഴും. ഒറ്റ പ്രാർത്ഥനയുണ്ട്, വീഴരുത്. ദൈവമക്കളെ, 1 മണിയായിട്ട് ഉത്തരം ലഭിച്ചില്ല. സുമാർ 2 മണിയായപ്പോൾ 4000 പേരടങ്ങുന്ന ഒരു ചാവേർപ്പട, വിവിധ സൈന്യം പ്രസിഡന്റിന്റെ വസതി വളഞ്ഞു. റൂമേനിയ പ്രസിഡന്റിന്റെ വസതി വളഞ്ഞു. റൂമേനിയ പ്രസിഡന്റ് ഒരു പ്ലെയിനിൽ അജ്ഞാത സംഘത്തിലേക്ക് പറന്നുപോയി. നേരം വെളുത്തപ്പോൾ വിധി നടപ്പാക്കുവാൻ ഗവൺമെന്റ് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ ഈ രാത്രി ഒരുങ്ങുമോ? ഗവൺമെന്റുകളെ മാറ്റിമറിക്കുവാൻ, രാജ്യങ്ങളെ മാറ്റിമറിക്കുവാൻ, നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ എന്റെ ദൈവം ശക്തന. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ പത്രോസിന് വേണ്ടി ദൂതൻ ഇറങ്ങി വിലാപ്പുറത്ത് തട്ടിയ മാത്രയിൽ ചങ്ങല അഴിഞ്ഞു വീണു. 1-ാം ഗേറ്റ് 2-ാം ഗേറ്റ് കിടന്നു. ഇരുമ്പ് ഗേറ്റ് സ്വതവേ തുറന്നു. ആ ഇരുമ്പ് ഗേറ്റിന് വച്ച ഒരു കഥ പറയും, ഞാൻ അങ്ങനെയൊന്നും തുറക്കില്ല, അധികാരികൾ എന്നെ പൂട്ടി, അവർ പറയാതെ ഞാൻ അഴിയല, ഞാൻ തുറക്കയില്ല. പലരും നിന്നെ പൂട്ടിയിരിക്കുക. ചില മാന്ത്രിക ശക്തികൾ, ചില ക്ഷുദ്ര ശക്തികൾ, പലതരത്തിലുള്ള നേർച്ചകൾ, കാഴ്ചകൾ നിന്നെ, നിന്റെ ഭവനത്തെ, നിന്റെ തലമുറ ബന്ധിച്ചിരിക്കുന്നുവെങ്കിൽ അഴിയയില്ലെന്ന് പറയുന്നത് ഇന്ന് രാത്രി കൂതിന് മുമ്പിൽ അഴിഞ്ഞു മാറട്ടെ. അല്ലറ പൊട്ടിച്ച് പുറത്തു വന്ന നാസറേയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. Praise the Lord, praise the Lord, praise the Lord. ഞാൻ ഓർപ്പിച്ചത് ഇത്താനിയോസ് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഗതസമനായി എന്റെ പ്രാണനാഥൻ രക്തം വിയർത്തു പ്രാർത്ഥിക്കുന്നു. ഉത്തരം കിട്ടിയെന്ന എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന, പുത്രനായിട്ടും തന്റെ ഐഹിക ജീവിത കാലത്ത് താൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കയിൽ സ്തോത്രം, ഉത്തരം ലഭിച്ചു. എനിക്കും നിനക്കും വേണ്ടി കാൽവരുടെ ഗിരുത്തടത്തിൽ പിടഞ്ഞു മരിച്ച ക്രിസ്തു യേശുവിന്റെ സ്നേഹം മറന്നു പോകരുത്. അഗരസമനെ രക്തമൊഴുക്കിയവൻ, എനിക്കും നിനക്കും വേണ്ടി ഒഴുക്കിയവൻ, ആ സ്നേഹം എത്ര വലുതാ! ദൈവസ്നേഹത്തിന്റെ ആഴം അറിയാമോ ദൈവവൈതനെ? സ്തോത്രം. ഓരോ ദിവസവും ഒന്ന് രുചിച്ചോണേ ആ ദൈവസ്നേഹത്തിന്റെ ആഴം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അക്ബർ ചക്രവർത്തിയുടെ രാജസഭയിലുണ്ടായിരുന്ന ബീർബൽ എന്നൊരു പ്രധാനമന്ത്രിയെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാനും വായിച്ചു. അക്ബർ ചക്രവർത്തിയുടെ സന്നിധിയിലുണ്ടായിരുന്ന ബീർബൽ. ആ ബീർബൽ വലിയ ബുദ്ധിമാനായിരുന്നു. ഒരിക്കൽ ചക്രവർത്തി അക്ബർ ചോദിച്ചു, ഓരോരുത്തരും ചോദിച്ചു, രാജ്ഞിയോട്, രാജ്ഞി നീ എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ആ സ്നേഹം എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാമോ? എന്നെ പറഞ്ഞു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് വിടർന്നു വരുന്ന പുഷ്പത്തെക്കാൾ വിശുദ്ധിയോടും മനോഹരം, ഇടക്കുതിച്ചു വരുന്ന സൂര്യനേക്കാൾ മനോഹരമായി, വെള്ളി നക്ഷത്രങ്ങളെക്കാൾ, പൗർണമിയേക്കാൾ എല്ലാം പറയാം. ഓ, സന്തോഷമായി. ഓരോ മന്ത്രിമാരും ചോദിച്ചു. അവർക്കറിയാവുന്ന ഭാഷയിലൊക്കെ ആ സ്നേഹം പറഞ്ഞു മനസ്സിലാക്കി. ബീരബലിനോട് ചോദിച്ചു, ബീരബൽ നീ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ വളർത്തുന്ന പട്ടി എന്നെ സ്നേഹിക്കുന്നവർ. ഓ, ഞെട്ടിപ്പോയ അക്ബർ ചക്രവർത്തി അവനെ തുറക്കലടയ്ക്കൂ. കേവലം ഒരു സ്നേഹിക്കുന്ന പോലെ സ്നേഹം. അങ്ങനെയാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? അതരത്തിൽ നിന്ന് ആജ്ഞ അടർന്ന് വീണ മാത്രയിൽ അനുചരന്മാർ പിടിച്ചു പ്രധാനമന്ത്രിയെ തുറങ്കലടയ്ക്കാൻ. അദ്ദേഹം തിരിച്ചു വിളിച്ചു പറഞ്ഞു, മഹാപ്രഭു, ഒരു ചാൻസ് എനിക്ക് തന്നാൽ ഞാൻ തെളിയിക്കാം.
തെളിയിക്കൂ. അദ്ദേഹത്തെ വെറുതെ വിട്ടു. താൻ വീട്ടിൽ പോയി. സന്ധ്യയായപ്പോൾ ഉദ്യാനത്തിൽ മഹാരാജാവും മഹാറാണിയും അങ്ങനെ കാറ്റുകൊള്ളുവാൻ ഇരിക്കുന്നു. താൻ വളർത്തുന്ന നായുമായി ആ ഉദ്യാനത്തിലേക്ക് വന്നു. ആ നായെ അല്പം അകലെ നിർത്തിയിട്ട് അദ്ദേഹം രാജാവിന്റെ അടുത്ത് അല്പം അടുത്തു. എന്നിട്ട് ആ നായെ വിളിച്ചു. ഒറ്റച്ചാട്ടത്തിന് തന്റെ വളർത്തുനായി തന്റെ കാൽ ചുവട്ടി വന്നു. അദ്ദേഹം കുറെ കൂടെ മുൻപോട്ട് മാറിയിട്ട് വീണ്ടും വിളിച്ചു. ഓടി വന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക മഹാരാജാവ്. അടുത്തു വന്ന നായ അടുത്തു വന്നപ്പോൾ തന്റെ അരയിൽ കിടന്ന വാളെടുത്ത് അതിന്റെ വലം കൈ വെട്ടിയിരുന്നു. ഒറ്റ വെട്ടി വലം കൈ മുറിഞ്ഞു പോയി. അലറി വിളിച്ചു പിടയുന്ന നായി. അദ്ദേഹം കുറെ കൂടെ മുൻപോട്ട് മാറി വിളിച്ചു. അത് വട്ടം കറങ്ങി ഇഴഞ്ഞു വരിക 3 കാലിൽ. ആ മുൻപിലത്തെ ആ കൈയും വെട്ടിയെറിഞ്ഞു. പിന്നെ ആ കാല് മാത്രമേ ഉള്ളൂ. കൈകൾ നഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന ഭീരുവായ സാധുവായ ജന്തു അലറിക്കരയുമ്പോ വീണ്ടും വിളിച്ചു. ഇഴഞ്ഞു വരാൻ ശ്രമിക്കുക. ഒരു കാലൂടെ വെട്ടിയെറിഞ്ഞു. അപ്പോഴും വിളിക്കുമ്പോൾ വട്ടം കറങ്ങി യജമാനന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്ന നായെ കണ്ടിട്ട് ചക്രവർത്തി അക്ബർ വിളിച്ചു പറഞ്ഞു, നിർത്തൂ, എനിക്ക് മനസ്സിലായി നിന്റെ സ്നേഹം എത്ര വലുതാണെന്ന്. അക്ബർ ചക്രവർത്തിക്ക് സ്നേഹം മനസ്സിലാകുവാൻ ഒരു മൃഗത്തിന്റെ വളർത്തുമൃഗത്തിന്റെ 3 കാല് നഷ്ടപ്പെടണമായിരുന്നു. എന്നാൽ ദൈവസ്നേഹം നമ്മെ വെളിപ്പെടുത്തുവാൻ പുത്രനെ, സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന സകലത്തിന്റെ നിറവായിരുന്ന ഏകവാക്കിൽ സകലം ഉളവാക്കിയ പരിശുദ്ധ ദൈവകുമാരനെ എനിക്കും നിനക്കും വേണ്ടി ഗത്സമനയിലേക്ക് ആ കാൽവറിയിലേക്ക് വലിച്ചെറിയണമായിരുന്നു. ആ സ്നേഹത്തിന്റെ ആഴം എത്ര പേർ മനസ്സിലാക്കി? ദൈവമക്കൾക്ക് പലപ്പോഴും ഇത് പറഞ്ഞ ഗ്രഹിക്കുകയില്ല. പക്ഷെ എത്ര കള്ളുകൂടിയന്മാർ, എത്ര തോന്നിവാസക്കാർ, എത്ര പിടിച്ചു പറിക്കുക, എത്ര പോക്കറ്റടിക്കാർ, എത്ര ഭീകരന്മാർ ഈ സ്നേഹം ഒരിക്കൽ കേട്ടല്ലേ ദൈവമക്കളായത്. ആ സ്നേഹം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? അവന്റെ സ്നേഹം ആ കാൽവറിയിലേക്ക് ഒന്ന് നോക്ക്. വന്യപുത്രനെ നിന്ദ്യ മരണത്തിന് എറിഞ്ഞു കളഞ്ഞിട്ട് നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹമേ, ആ സ്നേഹം എത്ര ആ ക്രൂശിലേക്ക് നോക്കുകയോ. ഒരു ഭക്തൻ പാടിയില്ലേ, ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കായി ാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു എന്ന് പാടാമോ? ഇത്രമാ സ്നേഹത്തെ എത്ര ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ സ്നേഹത്തിന്റെ ആഴം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. കഠിനമായി പോയോ ഹൃദയം? കണ്ണുകൾ നിറയുന്നില്ലേ? ഹൃദയം തുളുമ്പുന്നില്ലേ? ആ സ്നേഹത്തിന് മുമ്പിൽ, ആ ക്രൂശിന്റെ മുൻപിൽ നമുക്കൊന്ന് അടുത്തിയല്ല. ആ സ്നേഹമാനേ നമുക്ക് ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 50-ാം വാക്യം വായിക്കുന്നു. ഈ ഒലിവ് മലയിൽ നിന്നുമാണ് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയത്.
താൻ ഉയർത്തെഴുന്നേറ്റു. 40 നാളുകൾ തന്റെ ശിഷ്യന്മാരുടെ കൂടെ സഞ്ചരിച്ച് അവരെ ബെഥാന്യ മലമ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു. ഇത് ഒലിവുമലയുടെ സമീപമാണ്, ഒലിവുമലയുടെ പാർശ്വമാണ്. അവിടെ നിന്ന് തന്റെ കൈ നീട്ടി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. അനുഗ്രഹം ഒടുവിലാകട്ടോ. ചിലർ വന്നിരുന്ന അവരുടെ അനുഗ്രഹം പ്രാപിക്കണമെന്ന്. ചിലർ അനുഗ്രഹം ഇങ്ങനെ ഹോൾസെയിൽ വിൽക്കുന്ന ഒത്തിരി ന്യൂ ജനറേഷൻ ആളുകൾ ഹോൾസെയിൽ വിൽക്കുക. വന്നാൽ അനുഗ്രഹം. അവർ പറയുന്നത് സൈക്കിളുമായി വരുന്നവൻ മാരുതിക്കാരുമായിട്ട് പോകുന്നു. ആഹാ, പെട്ടെന്ന് അനുഗ്രഹം, പെട്ടെന്ന് അനുഗ്രഹം. ദൈവാനുഗ്രഹം പ്രിയമുള്ളവരെ പെട്ടെന്നല്ല. പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ഒരു കാര്യം ഓർത്തോണം, ആ ദൈവം അനുഗ്രഹിച്ചതല്ല. ഒരു പ്രാർത്ഥനാ വീരനായ ദൈവദാസൻ, അദ്ദേഹം പ്രാർത്ഥിക്കാനിരുന്നു. വിശുദ്ധന അദ്ദേഹം പ്രാർത്ഥിക്കാനിരുന്നപ്പോ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന തീരുന്ന മാത്രയിൽ ഒരു സ്വർണ്ണക്കരം തന്റെ മേലിലേക്ക് വന്നു. പെട്ടെന്ന് താൻ വളരെ ഉത്സുകതനായി ആത്മനിറവോടെ വിളിച്ചു പറഞ്ഞു, താങ്ക് യു ജീസസ്, എന്റെ പ്രാർത്ഥന തുടക്കത്തിലെ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ, ആ കരം എന്റെ മേൽ വെച്ചല്ലോ, നന്ദി യേശുവേ. ഉടനെ തന്റെ കാതിൽ ശബ്ദം, അതെന്റെ കരമല്ല, ആ സ്വർണ്ണക്കരം എന്റെ കരമല്ല. അതെന്താ കർത്താവേ? നീ ആ കയ്യിലേക്ക് നോക്ക്, ആണിപ്പാടുണ്ടോ എന്ന്. നോക്കിയപ്പോൾ ആണിപ്പാടില്ല, അത് പിശാചാ. ആണിപ്പാടില്ലാത്ത കരം പിശാചിൻ്റെതാ. എന്റെ കരത്തിന്റെ അനുഗ്രഹം ആണിപ്പാടുള്ള അനുഗ്രഹമാ. അത് ഒടുവില. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചില്ല. 70 പേര് പോയി സത്താനെ പുറത്താക്കി അത്ഭുതം ചെയ്തപ്പോൾ അവരെ അനുഗ്രഹിച്ചില്ല. യേശുവിനോടുകൂടെ പ്രാർത്ഥിപ്പാൻ സമയം വന്നപ്പോൾ അവരെ അനുഗ്രഹിച്ചില്ല. എന്നാൽ കർത്താവ് ഒടുവിലാണ് അനുഗ്രഹിച്ചത്. ബെഥാന്യ മലമ്പുറത്ത് ഒലിവുമലയിൽ ഇരുന്നതുകൊണ്ട് താൻ കരം ഉയർത്തി തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. ഒടുവ് വരെ നിൽക്കുന്നവനെ അനുഗ്രഹമുള്ളൂ കേട്ടോ. താൽക്കാല ചില ചില്ലറയൊക്കെ കിട്ടിയെന്നിരിക്കും, അതൊന്നുമല്ല നിത്യ അനുഗ്രഹം. അത് വേദനയിൽ പ്രാപിക്കുന്ന, അത് സഹനത്തിൽ പ്രാപിക്കുന്ന, അത് സങ്കടത്തിൽ പ്രാപിക്കുന്ന, അത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴത്തിൽ ലഭിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഒടുവിലായി സെഖരിയാ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത ഈ ഒലിവുമലയിലാണ്. ഞാൻ പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 11:30 പറഞ്ഞേ? 11 മണി. 11:30. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാ, ഇന്ന് രാത്രി എന്റെ കർത്താവ് വരാം. നാഥന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? കേവലം ഒരു ചോദ്യം എന്ന് വിചാരിക്കരുത്. എന്റെ കർത്താവ് ഈ ഒലിവുമലയിലെ പ്രഭാഷണം നടത്തിയ നമുക്കറിയാമല്ലോ. ദീർഘമായ മണിക്കൂറുകൾ, ഏതാണ്ട് 94 വാക്യമാണ് ആ പ്രസംഗം. ഞാൻ വിവരിക്കുന്നില്ല. ആ പ്രസംഗത്തിൽ കർത്താവിന്റെ വരവിന്റെ 10 അടയാളങ്ങൾ വന്നു. 10 മഹാത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അത് 10 ഇന്ന് സംഭവിച്ചിരിക്കുക. സ്തോത്രം. കള്ളപ്രവാചകന്മാർ, കള്ള ഉപദേഷ്ടാക്കന്മാർ, കള്ള ക്രിസ്തുക്കൾ, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധികൾ. ഇന്ന് മഹാവ്യാധിയെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. മനുഷ്യൻ കേവലം ഒരു സോപ്പ് കുമിളയ്ക്ക് മുമ്പിൽ തകർന്നു പോകുന്ന ഈ അണു 40 ലക്ഷം ആളുകളെ ഭൂമിയിൽ മാറ്റിക്കളഞ്ഞു. ഞാനും നിങ്ങളും അതിൽ വ്യക്തിയായി തീരാമായിരുന്നു. തമ്പുരാൻ ഇതുവരെ നിർത്തി. നമ്മളെക്കാൾ മോശക്കാരൊന്നുമല്ല മരിച്ചത്, ലോകത്തിന് ആവശ്യമില്ലാത്തവരുമല്ല മരിച്ചത്. എന്നാൽ ഒരു ദിവസം കൂടെ നിർത്തിയെങ്കിൽ നാഥനെ സ്തുതിക്കാൻ മറക്കരുത്, അവനെ ആരാധിക്കാൻ മറക്കരുത്. ചില നാളും കൂടെ ദൈവം നമ്മെ നിർത്തിയിരിക്കുക. ഞാൻ പാർക്കുന്നതിനടുത്ത് ഒരു ഭവനത്തിലെ മുഴുവൻ പേരും കൊറോണ നിമിത്തം മാറ്റപ്പെട്ടു.
ഒരു വീട് ശൂന്യമായി കിടക്കും. ഇത് കണ്ട ആ സഹോദരി അനിയത്തി മാനസിക വിപ്രമോളമായി തീർന്നു. എത്ര വീടുകളാ! സ്തോത്രം! ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ അടയാളം. ഒരു ഭക്തിയായ ദൈവദാസി ഒരിക്കൽ ഇങ്ങനെ പാടി, പ്രവചനങ്ങൾ നിറവേറുന്നേ, പ്രിയനെ ഞാൻ കാണുന്നില്ലേ, ആർപ്പുവിളി കേട്ടിടുവാൻ ഇനിയുമുണ്ടോ കാലദൈർഘ്യം, എൻ രക്ഷക എൻ യേശുവേ നിൻ കുരിശേ എൻ തണലേ. ജീവിത ബത്തപ്പാടിനകത്ത് നാഥന്റെ വരവ് മറന്നുപോകും. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം, നാം ഇരിക്കുന്ന ഇരിപ്പിൽ രൂപാന്തരം പ്രാപിക്കും. നാം ഇട്ടിരിക്കുന്ന ഈ വസ്ത്രമല്ല ഇവിടെ കിടക്കും കേട്ടോ. ഓർത്തോണം, മരിക്കുമ്പോൾ സാധാരണ മരിക്കുമ്പം ആത്മാവ് പോവും, ബോഡി ഇവിടെ കിടക്കും. എന്നാൽ കർത്താവിന്റെ വരവ് രൂപാന്തരപ്പെടുമ്പോൾ നാം ഇട്ടിരിക്കുന്ന സകല വസ്ത്രവും ഇവിടെ ഊരി വീഴും. അകത്ത് വല്ല നമ്മുടെ അല്ലാത്ത വല്ല ഭിത്തിയായിട്ടുണ്ടെങ്കിൽ, വല്ല ഫേസ് മേക്കറോ വല്ല ഇരുമ്പാണിയോ വല്ല സ്ക്രൂവോ വല്ല നട്ടോ വല്ല കമ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ ഊരി വീഴും. ഇതൊന്നും ദൈവത്തിന് വേണ്ട. സ്തോത്രം! അതുകൊണ്ട് വസ്ത്രരഹിതരായി നമ്മൾ പോകുന്ന ആരും വിചാരിക്കണ്ട. ആദാം ഉടുത്തതിനേക്കാൾ, അവ്വ ഉടുത്തതിനേക്കാൾ അങ്കി പുതച്ചുകൊണ്ട് മിന്നുന്ന സൂര്യനേക്കാൾ പ്രഭ ധരിച്ചുകൊണ്ട് ഉഷസിന്റെ ഉദരത്തിൽ യുവാക്കളെ മഞ്ഞ് സ്വമേധാനമായി ഉയർന്ന പോലെ നാം ഇവിടുന്ന് കണ്ണു വയ്ക്കുന്ന രൂപാന്തരം പ്രാപിക്കും. ഇതൊക്കെ വർണ്ണിക്കണേ തന്നെ മണിക്കൂറുകൾ ആവശ്യമുണ്ട്. സ്തോത്രം! നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. നാം അവനോടുകൂടെ ആയിരിക്കും. ഭൂമിയിൽ മഹോദ്രവം നടക്കും. ഭൂമിയിൽ മഹോദ്രവ കാലമായിരിക്കും. ഇന്ന് ചില കൾട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. യേശുവല്ല ആദ്യം വരുന്നത്, ആന്റി ക്രൈസ്റ്റ് ആണ് വരുന്നത്. ആന്റി ക്രൈസ്റ്റ് വന്ന ശേഷമേ യേശു വരികയുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ പുസ്തകം പഠിച്ചാൽ എന്റെ നാഥൻ വേഗം വരും. അതിന് ശേഷമേ ഒരു മഹോദ്രവം നടക്കുകയുള്ളൂ. വിശുദ്ധന്മാർ ചേർക്കപ്പെടും നിത്യ മണിയറയിൽ. കൈവിടപ്പെട്ടു പോകുന്ന ഒത്തിരി ബന്ധുക്കൂസുകാർ കാണും കേട്ടോ. ഓത്ര ഞാനും ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ കാകളം ധരിക്കുമ്പോഴറിയ ആരൊക്കെ ഉണ്ടെന്ന്. ഓത്രം! അങ്ങനെ ഭൂമി മഹോദ്രവ 7 കൊല്ലം സ്വർഗീയ മണിയറയിൽ പ്രതിഫലം ഭാഗിക്കുക. ഒന്ന് പ്രതിഫലം ഭാഗിക്കുക. 2 കുഞ്ഞാടിന്റെ കല്യാണം, രാജാവായി പട്ടാഭിഷേകം നടക്കും ക്രിസ്തുവിന്റെ 7 കൊല്ലം. ആ 7 കൊല്ലത്തിന്റെ അറുതിയിൽ ഭൂമിയിലെ മഹോദ്രവ കാലഘട്ടം. ഒരു വലിയ യുദ്ധം നടക്കും. വലിയ യുദ്ധം. യുദ്ധത്തിന്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം. ഇസ്രായേലും ലോകത്തിലെ സകല ലോകരാഷ്ട്രങ്ങളും ആന്റി ക്രൈസ്റ്റ് ആയിരിക്കും അതിന് മുൻപിൽ നിൽക്കുന്നു. ലോകത്തിൽ ഇന്ന് 200 രാജ്യം ഉണ്ടെങ്കിൽ 200 രാജ്യങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് ഇസ്രായേലിനോട് ഫൈറ്റ് ചെയ്യും. ഇസ്രായേൽ ഭയന്നു പോകും. ഇസ്രായേൽ ഒരു നല്ല ഗ്രൂപ്പ് അവിടെ നിന്ന് ഓടി ഒളിക്കും. അവർ ഏദോമിന്റെ ഗുഹരങ്ങളിൽ അല്ലെങ്കിൽ അറേബ്യൻ പെട്ര, ആ പലസ്തീൻ പെട്രയിലേക്ക് അഭയം പ്രാപിക്കും. കുറച്ചുപേർ അവിടെ ഉണ്ടായിരിക്കും. അനേക രക്തസാക്ഷികളാകും. യെരുശലേമിനെ സാത്താന്യ സൈന്യം വളയും. യെരുശലേമിൽ മണിപ്പന്തലിടുമെന്നാണ് വായിക്കുന്നത്. മണിപ്പന്തലിടും. എന്നിട്ട് യെരുശലേമിനെ തകർത്ത് കളയുവാൻ കൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ഇത്രയും രാജ്യങ്ങൾ ആന്റിക്രൈസ്റ്റോടെ ചേർന്ന് ഈ ഭൂമിയിൽ നിന്ന് ഈ രാജ്യത്തെ തുടച്ചു മാറ്റാൻ പോവുക. കൗണ്ട് ഡൗണിൽ അവർക്കൊരു കാര്യം അറിയാം. ഒരു പക്ഷേ മിശിക രക്ഷയ്ക്ക് വരും. മിശിക രക്ഷയ്ക്ക് വരും. അവരുടെ ഒരു പഠിപ്പ്, അവരുടെ ഒരു മനസ്സിലാക്കുന്നത്, യേശു യെരുശലേമിന് 12 ഗേറ്റുകളാണ്. അതിലെ കിഴക്കേ വാതിൽ അതുവഴിയാണ് നാഥൻ ക്രൂശുമായി പോയത്. അതുകൊണ്ട് കർത്താവ് അതിലെ വരും. കാരണം ആ ഗേറ്റ് ഇതുവരെ തുറന്നിട്ടില്ല. ആ ഗേറ്റ് തുറന്നാൽ നാഥൻ വന്നെ തുറക്കൂ.
അത് യഹൂദ റബിമാർക്കറിയാം. അത് മനസ്സിലാക്കുന്ന ആന്റി ക്രൈസ്റ്റ് കിഴക്കോട്ട് നോക്കിയിരിക്കുക മാത്രമല്ല, കിഴക്ക് പള്ളിക്ക് കിഴക്ക് ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. കാരണം ശവം ചവിട്ടി ഒരിക്കലും മിശിഹ വരികയില്ല, ശവം ചവിട്ടി വരികയില്ല. എങ്കിലും കിഴക്കോട്ട് നോക്കിയിരിക്കും. കൗണ്ട് ഡൗൺ ചെയ്യാം. 10, 8, 5, 4, 3, 2, 1 എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ തുടച്ചു മാറ്റുവാനുള്ള ആയുധ പ്രകടമായിരിക്കും. ആകാശത്ത് മഴ പെയ്യുന്ന പോലെ സ്റ്റാർ വാർ സംഭവിക്കും. ഭൂമിയിലെ സകലിടത്തു നിന്നും ബോംബുകൾ പൊട്ടിത്തെറിക്കും. ഇസ്രായേലിനെ തകർത്തു കളവാൻ കൗണ്ട് ഡൗൺ ചെയ്ത് 0 ആകുന്നതിന് മുൻപേ എന്റെ നാഥൻ കിഴക്കിന് വരികയല്ല, കിഴക്കെ ഒലിവുമല 2ആയി പിളർന്നു വരിക. കിഴക്കുള്ള ഒലിവുമല 2ആയി തിരശീല കീറുന്ന പോലെ അന്നാൾ അവന്റെ കാൽ കിഴക്കുള്ള ഒലിവുമല ചവിട്ടും, ഒലിവുമല 2ആയി പിളർത്തും. പ്രവചനം 14:4 പിളർക്കും. ആന്റി ക്രൈസ്റ്റ് ഭ്രമിച്ചു പോകും. അവനെ കയറിയ നാഥൻ പിടിക്കും, കള്ളപ്രവാചകനെ പിടിക്കും, അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് ആ വിള്ളലിൽ തന്റെ ജനത്തെ നിർത്തിക്കൊണ്ട് ശത്രുസേനത്തോട് പോരാടും. തന്റെ വായിലെ വാളുകൊണ്ട് പോരാടും. സ്തോത്രം. അങ്ങനെ ഒരു മലയിൽ നിന്ന് പോയ നാഥൻ ഒരു മലയിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും. അതിനു മുമ്പ് താൻ വന്ന് തന്റെ വിശുദ്ധന്മാരെ സ്വർഗീയമണികളെ ചേർക്കണം. അതിനുശേഷം 7 കൊല്ലം കഴിഞ്ഞാണ് മഹത്വ പ്രത്യക്ഷത. അതന്ന് സംഭവിച്ചാൽ മതി. അടുത്ത കാലങ്ങളിലെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു കാണും. ഞാൻ വായിച്ചതാ ഓർമ്മ പറയുന്നത്. ഒലിവുമല മൂളുന്നു, ഒലിവുമല പിളരാൻ സാധ്യതയുണ്ട്, ഒലിവുമല പിളർക്കും. ചോദിക്കേണ്ടത് വൈതലേ ഒരടയാളമെന്ന് ചിലർ ചോദിക്കും. യേശു അന്ന് പിളർക്കുന്നതിന് ഇപ്പോഴേ വളർന്നു വെക്കണോ? ഇല്ല, അടയാളങ്ങൾ എന്നെ നിന്നെ കാണിക്കുക. കർത്താവ് ഒന്ന് 7 കൊല്ലം കഴിഞ്ഞ് സംഭവിക്കേണ്ടത് ഇപ്പോഴേ തുടക്കം കുറിക്കുന്നു എങ്കിൽ ഇനി ഒരുങ്ങാനുണ്ടാ താമസം? നീ രക്ഷിക്കപ്പെട്ടോ? നീ സ്നാനപ്പെട്ടോ? നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ആരാധനയ്ക്ക് സംബന്ധിക്കുന്നുവോ? അങ്ങനെയുള്ളവരെ ചേർക്കാൻ യേശു വരുന്നു. ഒരു ഭക്തനായ കത്തുദാസൻ ഇങ്ങനെ പാടി: ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. നാളെടുത്തു സ്തോത്രം എന്റെ യേശു വാക്കുമാറത്തോ. കണ്ണുനീര് തോരി നാളെടുത്തു സ്തോത്രം എന്റെ യേശു വാക്കുമാറത്തോ. ഓ എന്റെ യേശു വാക്കുമാറത്തോ, എന്റെ യേശു വാക്കുമാറത്തോ, എന്റെ യേശു വാക്കുമാറത്തോ, എന്റെ യേശു വാക്കുമാറത്തോ. മന്മാറും പിന്മാറും ഭക്തരെല്ലാം വാക്കുമാർ എന്റെ യേശു വാക്കുമാറത്തോ. ഓ മന്മാറും പിന്മാറും ഭക്തരെല്ലാം എന്റെ യേശു വാക്കുമാറത്തോ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ചോദിക്കട്ടെ, ഇതുവരെ നാഥന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഉപജീവന ചിന്തയാലും മദ്യപാനത്താലും മനുഷ്യർ പലപ്പോഴും ദൈവസ്നേഹം വിട്ടിട്ടാണ്. സത്യദൈവത്തെ കുറിച്ചിട്ട് വരവിനെ കുറിച്ച് ഓർമ്മ നഷ്ടപ്പെട്ടു. ഇന്ന് പലരും ഭൗതികത്തിൽ തലപൂർത്തി നിൽക്കുക. ഇനി എന്താ താമസം? ഇനി എന്താ എഴുന്നേൽപ്പാൻ താമസം? ദൈവവൈതലേ, നാഥൻ വരാനായി. സ്തോത്രം. ഒരു മല വിളിച്ചു പറയുന്ന ഒരു സത്യം: എന്റെ പ്രാണപ്രിയന്റെ പാദം ഞാൻ ഏൽക്കാൻ തയ്യാറായി നിൽക്കുക. അതിനു മുമ്പേ എന്റെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശിക്ഷിക്കുന്ന നാം രൂപാന്തരം. കഷ്ടമില്ല, വേദനയില്ല, സങ്കടമില്ല, ദുഃഖമില്ല, ദുരിതമില്ലാത്ത നാട്ടിൽ നമ്മുടെ പ്രാണപ്രിയനോടുകൂടെ വാഴും. അശുഭനാളുകൾ അടുത്തിരിക്കുന്നു. ഒരുങ്ങാം, ഉണരാം. എനിക്ക് ഇങ്ങനെ സമയം അനുവദിച്ചെന്ന കർത്താവിലെ ദാസന്മാർ, പാസ്റ്റർ ഫാമിലി, നാനാൻ പാസ്റ്റർ ഫാമിലി, അതുപോലെ തന്നെ എബി ഫാമിലി, അതുപോലെ മോൻസി ഫാമിലി, ആ സഭയിലെ സെക്രട്ടറി, ആ സഭയിലെ ട്രഷറർ, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്,
മറ്റു പ്രവർത്തകർ, നിങ്ങൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രി വചനം ശ്രദ്ധിച്ചവരെ കൈവിടപ്പെട്ടു പോകാതെ നാഥന് വേണ്ടി ഒരുങ്ങാം, ഉണരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ പ്രത്യാശയുടെ ആ വരിയുടെ 4 വരികൾ നമ്മൾ ഒരുമിച്ച് ചേർന്നൊന്ന് പാടി കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. കണ്ണുനീരു തോരും നാളെടുത്തു സ്തോത്രം എന്റെ യേശു വാക്കുമാറത്തോ. കണ്ണുനീരു തോരും നാളെടുത്തു സ്തോത്രം എന്റെ യേശു വാക്കുമാറത്തോ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. കണ്ണുനീരു തോരും നാളെടുത്തു സ്തോത്രം എന്റെ യേശു വാക്കുമാറത്തോ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമ്മുടെ കണ്ണുനീര് തോരുന്നൊരു നാളുണ്ട്. കർത്താവിന്റെ ദാസനിലേക്ക് ഒലിവുമലയിൽ യേശു കർത്താവ് പ്രശ്ന പരിഹാരത്തിനായി വെളിപ്പെട്ടെങ്കിൽ, ഒലിവുമലയിൽ പ്രാർത്ഥനയിൽ ശത്രുവിന്റെ മേൽ ജയമേറ്റെടുത്തെങ്കിൽ, ഒലിവുമലയിൽ തന്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ വെളിപ്പെട്ടെങ്കിൽ, ഒലിവുമലയിൽ മടങ്ങി വരുവാൻ യേശു കർത്താവിന്റെ ആ പാദസ്പർശമേക്കുവാൻ ഇനി അധികം നാളില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്നുകൂടെ ഒരുങ്ങുവാൻ, പ്രത്യാശയിൽ ഒന്നുകൂടെ ശക്തിപ്പെടുവാൻ, ദൈവവചനത്തിൽ ഒന്നുകൂടെ അടിസ്ഥാനപ്പെടുവാൻ കർത്താവിന്റെ ദാസനിലൂടെ ഇന്ന് രാത്രി നമ്മൾ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ സമർപ്പിക്കാം. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ കെ വി ജോസഫ് പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, പ്രിയാൻഡിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആ മുട്ടിന്റെ ഓപ്പറേഷനിൽ വലിയ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ആ ഓപ്പറേഷൻ വലിയ സക്സസ് ആയി തീരേണ്ടതിനായി തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവദാസനെ ഇന്ന് രാത്രിയിൽ നിയോഗിക്കട്ടെ. ആ ദൈവദാസനെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രി വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു വലിയ വിടുതലായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് തന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ കെ വൈ ജോസഫ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കർത്തദാസനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം, 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 സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നല്ല രാത്രിയുടെ വേളയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. സഭയായി ക്രമീകരിച്ചിരിക്കുന്ന കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5ാം ദിവസം കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് അവിടുത്തെ വചനത്തിൽ കൂടെ ഇടപെട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പച്ചാ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്ര ശുശ്രൂഷ കഴിഞ്ഞ് ജനമൊക്കെയും ഹല്ലേലൂയ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ യേശു ഒലിവിലേക്ക് പോയി എന്ന് തിരുവചന കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. ഈ രാത്രികാലം വിവേചിച്ച് കർത്താവേ വിഭാഗിച്ച് അങ്ങയുടെ ദാസനെ കൂടെ കേൾപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചല്ല കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. തിരുവചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പച്ചാ സ്തോത്രം, ഒരു കാലത്ത് ഒരു പ്രയോജനമില്ലായിരുന്ന അടിയങ്ങളെ കർത്താവേ, സ്തോത്രം, അവിടുത്തെ കർത്താവേ, ഹല്ലേലൂയ, രക്തം അവസാന രക്തം പോലും ഒഴുക്കി തന്ന് ഞങ്ങളെ വിടുവിച്ച് അന്ധകാരത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, അവിടുന്ന് വീണ്ടെടുത്ത സ്വർഗത്തിലെ ദൈവമേ, ഈ അത്ഭുത പ്രകാശത്തില് ഞങ്ങളെ ആക്കി വെച്ചല്ലോ കർത്താവേ. അങ്ങേക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം പരമാർത്ഥതയോടെ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവേ, സ്തോത്ര, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദാസന് തിരുവചനം കർത്താവേ, സ്തോത്ര, ഐശ്വര്യമായി സൂക്ഷിപ്പാൻ അവിടുന്ന് കർത്താവേ, സ്തോത്രാത്മാവില് ഹല്ലേലൂയ കർത്താവേ അവിടുന്ന് ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്ര,
ഞങ്ങളുടെ ദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഴിഞ്ഞ കാലങ്ങളില് അനേക വേദികളിലേക്ക് ഉയർത്തുവാന് അങ്ങയുടെ നാമത്തിന് വേണ്ടി കർത്താവെ അധ്വാനിപ്പാന് അവിടുന്ന് ബലപ്പെടുത്തിയ കർത്താവേ, പിന്നെ എവിടുന്ന് കൊടുക്കുന്ന ആയുസ്സ അങ്ങനെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ ഈ രാത്രികാലം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്താവേ സ്തോത്ര, ഞങ്ങൾക്ക് ഒരുമിച്ച് പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന തിരുവനം കർത്താവേ സ്തോത്ര, ഹല്ലേലൂയ, കേൾപ്പാൻ അവിടുന്ന് സഹായിച്ചല്ലോ. കേട്ട വചനം കർത്താവേ ഞങ്ങളുടെ ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയാം കുടുംബങ്ങളെ എല്ലാ പ്രിയപ്പെട്ട അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്ര. അവിടുത്തെ വരെ താമസിക്കുന്നെങ്കില് വരുന്നതിനും കർത്താവേ ഹല്ലേലൂയ, അവിടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തുമാറാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്ര. അല്ലെങ്കിൽ ഞങ്ങൾ അർത്ഥാസനായി സ്തോത്രം ചെയ്ത് കർത്താവേ ദേശത്ത് അവിടുന്ന് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്ര. ജാനും കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്ര. രാത്രികാലം നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. കേട്ട വചനം കർത്താവേ സ്തോത്ര. അല്ലെങ്കിൽ 30 60 മേനിയായി കർത്താവേ സ്തോത്ര അങ്ങേക്ക് പ്രയോജനപ്പെടുവാന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. തൃക്കരങ്ങളുടെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. അവിടുന്ന് തന്ന കർത്താവേ സ്തോത്രം, നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥനകൾക്ക് നിർവഹിക്കായി സ്തോത്രം. സർവമാനവും മഹത്വത്തോട് നിൽക്കണം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേട്ട് ഉത്തരമല്ലമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മോടും ഭൂലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. മറക്കപ്പെട്ട കുഞ്ഞാടിനു മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ മാത്യു ലാസർ പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള സഭയുടെ നന്ദി അറിയിക്കുന്ന ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്റെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അധികം ശക്തമായി തുടർന്ന് ഉപയോഗിക്കുവാൻ നമുക്ക് തുടർന്നും കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്ത് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളത്തെ നമ്മുടെ മീറ്റിംഗിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ രാജേഷ് ട്രിവാൻഡ്രമാണ്. കർത്താവിന്റെ ദാസനെ ശക്തിയോടെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എബ്രാം ബ്രദർ കുടുംബമാണ് ആ പ്രിയപ്പെട്ടവന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. 7 മണിക്ക് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രിയ സ്റ്റാൻലി ബ്രദർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മാറാനാഥ. ഹല്ലേലൂയ.